ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 47. അഞ്ഞൂറാൻ ശക്തിയിൽ വിമലിനെ പ്രഹരിച്ചതും വിമൽ പിന്നിലേക്ക് തെറിച്ചു വീണു. അയാൾ ചുമച്ചുകൊണ്ട് രക്തം തുപ്പി. വിമലിന്റെ മുഖത്തേതുപോലെ തന്നെ അഞ്ഞൂറാന്റെ മുഖത്തും രക്തം പൊടിഞ്ഞിരുന്നു. ഹോ, എന്തൊരു നാടകം! കണ്ട ശരിക്കും അടി കൂടുകയാണെന്നേ തോന്നു. തന്നെ വളയ്ക്കാൻ അഞ്ഞൂറാനും വിമലും കളിക്കുന്ന അഭിനയമാണിതെന്ന് കരുതിയിരുന്ന ശിവന്യ രണ്ടുപേരുടെയും മുഖത്തെ രക്തം കണ്ട് പിറുപിറുത്തു. പരിതാപകരമായ വിമലിന്റെ അവസ്ഥ കണ്ട് എഡ്വിൻ അവനെ രക്ഷിക്കാൻ ശിവന്യയോട് പറയാൻ തീരുമാനിച്ചു. ശിവന്യ മാം ഒന്ന് വിമലെ ഹെൽപ്പ് ചെയ്, എഡ്വിൻ അവളോട് പറഞ്ഞു. താഴ്ന്ന സ്റ്റേജിലായതുകൊണ്ട് എഡ്വിന് നേരിട്ട് അഞ്ഞൂറാനോട് തടുത്തു നിൽക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അവൻ ശിവന്യയുടെ സഹായം ചോദിച്ചത്. എനിക്ക് ഹെൽപ്പ് ചെയ്യാനാണെന്ന് പറഞ്ഞു വന്നിട്ടിപ്പോ എന്നോട് തന്നെ ഹെൽപ്പ് ചോദിക്കുന്നു. അത് മാത്രമല്ല, ഞാൻ നിങ്ങളുടെ ആരുടെ ഹെൽപ്പ് ചോദിച്ചിട്ടൊന്നുമല്ലല്ലോ വിമൽ ഇതിൽ വന്ന് തലയിട്ടത്. ആണോ? ഞാനും വിമല് തമ്മില് ഒരു ബന്ധവുമില്ല. പിന്നെ ഞാൻ എന്തിനാ വിമലിനെ സഹായിക്കുന്നത്? ശിവന്യ എഡ്വിന്റെ ചോദ്യം കേട്ട് പരിഹസിച്ചുകൊണ്ട് തിരികെ ചോദിച്ചു. എഡ്വിൻ അത് കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മിഴിച്ചു നിന്നു. വിമൽ നിന്നടി വാങ്ങി കൂട്ടുന്നത് കണ്ടു നിൽക്കാൻ പക്ഷേ അയാൾക്ക് കഴിഞ്ഞില്ല. അവനെ രക്ഷിക്കാനുള്ള ആകെ വഴി ശിവന്യയുടെ സഹായം തേടുക മാത്രമാണെന്ന് മനസ്സിലാക്കി അവൻ വീണ്ടും അവളോട് സംസാരിച്ചു. പ്ലീസ് മാഡം വിമലിനെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ അയാൾ അവനെ കൊല്ലും, എഡ്വിൻ അവളോട് കെഞ്ചി. ശിവന്യക്ക് അത് കണ്ട് പാവം തോന്നി. ഇവരിനി സീരിയസ് ആയിട്ട് അടിയുണ്ടാക്കുവാണോ? ഇതൊന്നും ആക്ടിങ് അല്ലേ? ശിവന്യ ചിന്തിച്ചു. അവൾ ആകെ ആശയക്കുഴപ്പത്തിലായി. ശിവന്യ ചിന്തിച്ചു നിൽക്കുന്നത് കണ്ട എഡ്വിൻ ഇത് തന്നെയാണ് തക്ക സമയം എന്ന് മനസ്സിലാക്കി വീണ്ടും ഓരോന്ന് പറഞ്ഞവളുടെ മനസ്സ് അലിയിപ്പിക്കാൻ ശ്രമിച്ചു. പ്ലീസ് മാഡം, ഇപ്പോൾ അവനെ സഹായിച്ച ഒരാളുടെ ജീവൻ രക്ഷിച്ച പുണ്യെങ്കിലും മാഡത്തിന് കിട്ടും, എഡ്വിൻ വീണ്ടും കെഞ്ചി. ശരി, അവനെ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാം. ശിവന്യ അവസാനം വിമലിനെ സഹായിക്കാൻ തന്നെ തീരുമാനിച്ചു. അവൾ നേരെ അഞ്ഞൂറാന്റെ അടുത്തേക്ക് ചെന്നു. അവൾ അരികിലേക്ക് വരുന്നത് കണ്ട അഞ്ഞൂറാൻ തന്റെ രണ്ട് കൈയും കൊണ്ട് വിമലിനെ പിന്നിലേക്ക് തള്ളി. അവൻ 3 അടി പിന്നിലേക്ക് പോയി വീണു. ഇനിയൊരു വഴക്കിന് ഞാനില്ല. പക്ഷേ ഇന്ന് നിങ്ങൾ എന്നോട് കാണിച്ചത് ഞാൻ മറന്നു എന്ന് കരുതണ്ട. അതെല്ലാം ചേർത്ത് ഞാൻ ഒരു ദിവസം തിരികെ തരും എന്ന് പറഞ്ഞ് അഞ്ഞൂറാൻ അവിടെ നിന്നും പിന്മാറി. സ്കൂളിന്റെ മുറ്റത്ത് വെച്ച് ഇനിയൊരു വഴക്ക് വേണ്ട എന്നോർത്ത് മറ്റുള്ളവരും അത് കേട്ട് പ്രതികരിച്ചില്ല. വിമലും ശിവന്യയും ചേർന്ന് സ്കൂളിന്റെ ഉള്ളിൽ വെച്ച് തന്നോടൊരു പ്രശ്നമുണ്ടാക്കി തന്നെ വല്ല കെണിയിലും പെടുത്താൻ ശ്രമിക്കുകയായിരിക്കും എന്ന് കരുതിയാണ് അഞ്ഞൂറാൻ അവരിൽ നിന്നും പിൻവാങ്ങിയത്. ഇനിയും അവിടെ നിൽക്കണ്ട എന്നോർത്ത് അയാൾ അവിടെ നിന്നും രക്ഷപ്പെട്ടോടി. അവൾ കോപത്തോടെ നിലത്ത് കിടക്കുന്ന വിമലിനെ നോക്കി. എഡ്വിന്റെയും അഞ്ഞൂറാന്റെയും നാടകം കഴിഞ്ഞു എന്ന ഭാവത്തിലാണ് അവൾ അവനെ നോക്കിയത്. വിമൽ നിലത്ത് നിന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു. നിനക്കെന്നോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നെ ഒരാൾ അടിക്കുന്നത് കണ്ടപ്പോ തന്നെ നീ എന്നെ രക്ഷിക്കാൻ വന്നല്ലോ. എനിക്ക് അത് വല്ലാതെ ഇഷ്ടപ്പെട്ടു, വിമൽ അവളോട് പ്രണയം തുളുമ്പുന്ന വാക്കുകളാൽ പറഞ്ഞു. അത് കേട്ടതും ശിവന്യയുടെ കോപം കൂടുകയാണ് ചെയ്തത്. അവൾ മറുപടി ഒന്നും പറയാതെ അവനെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ടു നിന്നു. എന്നാൽ വിമലിന് അത് കണ്ടിട്ട് അവൾ അവനെ പ്രണയത്തോടെ നോക്കുന്നത് പോലെയാണ് തോന്നിയത്. അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് പ്രണയം തുറന്നു പറയാൻ തീരുമാനിച്ചു. ശിവന്യ, ഞാനിത് ഒരുപാട് നാളായി നിന്നോട് പറയണമെന്ന് ഓർത്ത ഒന്നാണ്. പക്ഷെ അത് പറയാനുള്ള തക്കതായ ഒരു അവസരം കിട്ടിയില്ല. ഇനിയും ഇത് പറയാതിരുന്ന ശരിയാവില്ല. ഐ ലവ് യു ശിവന്യ. നിന്നെ കണ്ട അന്നു മുതലേ നീ എന്റെ മനസ്സിൽ കയറി പറ്റിയതാണ്. നിനക്ക് മുമ്പ് മറ്റൊരു പെണ്ണിനോടും എനിക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് തോന്നിയിട്ടില്ല. നിന്റെ കൂടെ ജീവിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഐ ലവ് യു സോ മച്ച്. വിമൽ പ്രണയാർദ്രമായി അത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോ ദേഷ്യത്തിന്റെ ഉച്ചസ്ഥായിലായിരുന്ന ശിവന്യ വിമലിന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. അവളുടെ അടിയുടെ ആഘാതത്തിൽ വിമൽ അവിടെയുള്ള കതകിന്റെ അരികിലേക്ക് തെറിച്ചു വീണു. അവളുടെ ഒറ്റ അടി കൊണ്ട് വിമൽ നക്ഷത്രം എണ്ണി എന്ന് വേണം പറയാൻ. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞ് സ്വബോധത്തിലേക്ക് വന്നിട്ടും നടന്നത് എന്താണെന്ന് അവന് വിശ്വസിക്കാനായില്ല. താൻ തന്റെ പ്രണയം തുറന്നു പറഞ്ഞ ഉടനെ തന്നെ ശിവന്യ തന്നോട് യെസ് പറയുമെന്നും അതിനുശേഷം ഇരുവർക്കും ഒരുമിച്ച് സന്തോഷമായി ജീവിക്കാമെന്നും ഒക്കെ സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു വിമൽ. എന്നാൽ ശിവന്യ അത് ഒറ്റ അടി കൊണ്ട് ഇല്ലാതാക്കി കൊടുത്തു.
വിമൽ ഞെട്ടലോടെ ശിവന്യയോടെ നേർക്ക് തിരിഞ്ഞു. ശിവന്യ, നീ നിനക്കെന്താ പറ്റിയത്? നീ എന്തിനാ എന്നെ അടിച്ചേ? നീ തന്നെയല്ലേ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് നേരത്തെ അയാളുടെ അടുത്ത് വഴക്കിനൊക്കെ പോയത്? പിന്നെ ഇപ്പോ എന്ത് പറ്റി? അവൻ ഞെട്ടൽ വിട്ടുമാറാതെ തിരക്കി. എന്നാൽ ശിവന്യ മറുപടി ഒന്നും പറഞ്ഞില്ല. അവൾ ദേഷ്യത്തിൽ തന്നെ അവനെ നോക്കിക്കൊണ്ട് നിന്നു. ശിവന്യയുടെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയിൽ അവന്റെ മുഖത്ത് അവളുടെ 5 വിരലിന്റെ പാടുകൾ നന്നായി പതിഞ്ഞിരുന്നു. ശിവന്യ, നീ എന്താ ഇങ്ങനെ? ചിലപ്പോ നീ നല്ല സ്നേഹത്തിലായിരിക്കും, ചിലപ്പോ വല്ലാത്ത ദേഷ്യത്തിലും. സത്യത്തിൽ എനിക്ക് നിന്നെ മനസ്സിലാവുന്നേയില്ല. നീ ഇപ്പോ എന്തിനാണ് എന്നോട് ദേഷ്യപ്പെട്ടത്? ഞാൻ നേരത്തെ പറഞ്ഞതിൽ എന്തെങ്കിലും നിനക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടായിരുന്നോ? ഞാൻ നിന്നോട് എന്തെങ്കിലും മോശമായി സംസാരിച്ചോ? എന്തെങ്കിലും ഒന്ന് പറയ് ശിവന്യ എന്ന് വിമൽ കവളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചതും ക്ലാസ് മുറിയുടെ വാതിൽ തുറന്ന് ചേതൻ പുറത്തേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് ചേതൻ പറഞ്ഞതും എല്ലാവരും അവനെ തുറച്ചു നോക്കി. അതായത്, കുറെ നേരം ഞാൻ ക്ലാസ് എടുക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ നിങ്ങളുടെ ബഹളം കാരണം ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് പോയി തരുവിടുന്ന ചേതൻ വിമലിനെ നോക്കി അനിഷ്ടത്തോടെ പറഞ്ഞു. നീ കറക്റ്റ് സമയത്താ ചേത വന്നത്. ശിവന്യ അവനെ കണ്ടതും മനസ്സിൽ പറഞ്ഞു. പക്ഷേ അവൾ അത് പുറമേ കാണിച്ചില്ല. നിന്റെ ക്ലാസ് ഡിസ്റ്റർബ് ചെയ്യാനല്ല ഞങ്ങൾ ആരും ഇവിടേക്ക് വന്നത്. നീ എഡ്വിൻ സാറിന്റെ സ്റ്റുഡന്റ് ഋഷിയെ ഫോഴ്സ് ചെയ്ത് നിന്റെ സ്റ്റുഡന്റ് ആക്കി മാറ്റി എന്നൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിന്നെയും ഋഷിയെയും വിചാരണയ്ക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നത്. ചേതനെ കണ്ടതും വിമൽ പറഞ്ഞു. ചേതൻ അത് കേട്ട് ഒന്നും മനസ്സിലാവാത്ത പോലെ നിൽക്കുന്നത് കണ്ടതും വിമൽ വീണ്ടും പറഞ്ഞു. പറഞ്ഞത് മനസ്സിലായില്ലേ? നിനക്കെതിരെ കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെന്ന്. പ്രിൻസിപ്പൽ നിന്നെയും ഋഷിയെയും കൂട്ടിക്കൊണ്ടു വരാനാണ് പറഞ്ഞിരിക്കുന്നത്. നീ വന്നില്ലെങ്കിൽ നിനക്കെതിരെ തക്കതായ നടപടിയെടുക്കും. നിന്നെ ഈ സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കും, വിമൽ ദേഷ്യത്തിൽ പറഞ്ഞു. വിമലിന് അഞ്ഞൂറാന്റെയും ശിവന്യയുടെയും കയ്യിൽ നിന്നും അടി കിട്ടിയതിന്റെ ദേഷ്യം എവിടെ കൊണ്ടുപോയി തീർക്കണമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തക്ക സമയത്ത് ചേതൻ അവിടേക്ക് വന്നത്. ചേതൻ സാർ പോകരുത്, ഇതിലെന്തോ ഒരു പ്രശ്നമുള്ളത് പോലെ എനിക്ക് തോന്നുന്നു. അവർ പറഞ്ഞതെല്ലാം കേട്ടു നിന്ന ശിവന്യ അവനോട് പറഞ്ഞു. ചേതനെ മാജിക് സ്കൂളിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയുള്ള കെണിയാകും ഇതെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. സാരമില്ല ശിവന്യ, ഞാൻ പോയി വരാം. ശിവന്യയെ നോക്കിയ ശേഷം ചേതൻ വിമലിനോട് പറഞ്ഞു. അവൻ പോയില്ലെങ്കിൽ അതൊരു പ്രശ്നത്തിലേക്ക് വഴിമാറും എന്നൊരു തോന്നൽ ഉള്ളത് കൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. തുടക്കത്തിൽ ഋഷിക്ക് ചേതന്റെ സ്റ്റുഡന്റ് ആകാൻ താല്പര്യമില്ലായിരുന്നു. എങ്കിലും ഇപ്പോൾ പൂർണ്ണ മനസ്സോട് കൂടി തന്നെയാണ് അവൻ ചേതന്റെ സ്റ്റുഡന്റ് ആയി തുടരുന്നത്. ആ ആത്മവിശ്വാസം അവനുണ്ടായിരുന്നു. നീ മാത്രം വന്നാ പോരാ, ഋഷിയെയും വിളിക്കേ, വിമൽ പരിഹാസം നിറഞ്ഞ ഭാവത്തിൽ പറഞ്ഞു. അത് കേട്ടതും ചേതൻ ക്ലാസ് റൂമിന്റെ വാതിൽ തുറന്നു. ഋഷി, ഒന്നിങ്ങൊന്നേ എന്ന് പറഞ്ഞ് ഋഷിയെ പുറത്തേക്ക് വിളിച്ചു. ചേതൻ വിളിച്ചതും ഋഷി പുറത്തേക്ക് വന്നു. ചേതൻ പറയുന്നത് അനുസരിച്ച് നടക്കുന്ന ഋഷിയെ കണ്ടതും അവനിനി ചേതനെ തന്റെ ടീച്ചറായി അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയോ എന്ന ഭയം വിമലിന്റെ ഉള്ളിൽ ഉടലെടുത്തു. വിമൽ, നീ ഇതൊന്നും കണ്ട് പേടിക്കണ്ട. ഋഷി എന്റെ സ്റ്റുഡന്റ് ആണ്. അവന് ചേതന ഇഷ്ടമേ അല്ല. അതുകൊണ്ട് എന്ത് വന്നാലും ഋഷി ചേതനെ സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് നീ ധൈര്യമായിരിക്കും. വിമലിന്റെ ഭാവമാറ്റം ശ്രദ്ധിച്ച് എഡ്വിൻ പറഞ്ഞു. അത് കേട്ടതും വിമലിനും അല്പം ആശ്വാസമായി. ശരി, വാ പോവാം. വിമൽ പറഞ്ഞതും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അവന്റെ കൂടെ ചെന്നു. ശിവന്യയും അവരുടെ ഒപ്പം പോയി. എന്താവും നടക്കാൻ പോകുന്നത് എന്നോർത്ത് അവൾക്ക് ഒരു ചെറിയ ഭയമുണ്ടായിരുന്നു. ഇവർ പറയുന്ന പോലൊന്നും നടക്കാൻ പോകുന്നില്ല. ശിവന്യയുടെ മുഖം കണ്ട ചേതൻ അവളോട് പതുക്കെ പറഞ്ഞു. ഇതേ സമയം വിമലിന്റെ മുത്തശ്ശൻ നരേന്ദ്രൻ എൻലൈറ്റ്മെന്റ് ടവറിൽ എത്തിച്ചേർന്നിരുന്നു. അയാൾക്ക് മറ്റു ചില ജോലികൾ ഉള്ളത് കൊണ്ടാണ് വരില്ലെന്ന് പറഞ്ഞത്. എന്നാൽ അയാളുടെ ജോലികൾ വേഗം തീർന്നതുകൊണ്ട് വിചാരണ എങ്ങനെ പോകുന്നു എന്ന് നിരീക്ഷിക്കാനാണ് അവിടേക്ക് വന്നത്. അയാൾ ആ ടവറിൽ എത്തിച്ചേർന്നിരുന്ന ടീച്ചേഴ്സ് മാനേജ്മെന്റ് കൗൺസിലിലെ മറ്റു മുതിർന്ന അംഗങ്ങളോട് സംസാരിച്ചിരിക്കുകയായിരുന്നു. അവരുടെ കൂട്ടത്തിൽ പ്രിൻസിപ്പൽ തരകനും ഉണ്ടായിരുന്നു. അവരെല്ലാം ചേതന്റെ പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തരകൻ എഴുന്നേറ്റ് നിന്നു. ഈ പ്രശ്നത്തിന്റെ പ്രധാന കാരണം ഞാനാണ്. എന്റെ നോട്ടക്കുറവ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിൽ ചേതൻ 0 വാങ്ങിയപ്പോ ഞാനാണ് അവനോട് സ്റ്റുഡൻസിനെ ചേർക്കാൻ പറഞ്ഞത്. അതാണ് ഇപ്പോ ഇത്രയും വലിയ പ്രശ്നമായി മാറിയത്. എന്റെ പ്രഷർ കാരണമാണ് ചേതൻ ഇങ്ങനെ ഒരു തെറ്റായ തീരുമാനം എടുത്തതെന്ന് തോന്നുന്നു. നീ ഇതെന്താണ് ഈ പറയുന്നത്? നീ ചെയ്തതിൽ യാതൊരുവിധ തെറ്റുമില്ല. നീ അവനോട് കുട്ടികളെ ചേർക്കാനാണ് പറഞ്ഞത്. അവനത് കേട്ട് നേരായ മാർഗത്തിൽ കുട്ടികളെ ചേർക്കണമായിരുന്നു. അവൻ ഇങ്ങനൊരു തെറ്റായ മാർഗം സ്വീകരിച്ചത്
നിന്റെ തെറ്റല്ല. നീ ശരിയായി തന്നെ വിചാരണ നടത്തി ഇതിനൊരു തീർപ്പുണ്ടാക്കണം. തരകൻ പറഞ്ഞത് കേട്ടതും നരേന്ദ്രൻ ഇടയിൽ കയറി പറഞ്ഞു. അത് കേട്ടതും തരകന് അല്പം ധൈര്യമൊക്കെ തോന്നി. അത് മാത്രവുമല്ല, അയാൾക്ക് ചേതനോട് നല്ല ദേഷ്യവും തോന്നി. എഡ്വിൻ സാർ, ഈ പ്രശ്നം സോൾവ് ചെയ്യണമെന്ന് കരുതി കംപ്ലൈന്റ് കൊടുത്തതുകൊണ്ട് നമ്മൾ ഇതറിഞ്ഞു. ഇല്ലെങ്കിലോ ഇങ്ങനൊരു പ്രശ്നം നടന്നു എന്നത് പോലും നമ്മൾ അറിയാതെ പോകും. എഡ്വിൻ സാറിനെ പോലുള്ള ടീച്ചേഴ്സിനെയാണ് നമ്മുടെ സ്കൂളിന് ആവശ്യം. കുട്ടികളുടെ പഠിത്തമാണ് പ്രധാനം, അല്ലാതെ കുട്ടികൾക്ക് എന്തു വന്നാലും പ്രശ്നമില്ല, ഞാൻ നന്നായി ജീവിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്ന അധ്യാപകരല്ല. അതുമല്ല, അതിലും വലിയ തെറ്റാണ് കുട്ടികളെ ഫോഴ്സ് ചെയ്ത് തന്റെ കീഴിൽ ചേർക്കുന്നത്. നരേന്ദ്രൻ പറഞ്ഞു. ഒരു സ്റ്റുഡന്റിനെ തന്നെ 2 ടീച്ചർ ഒരേ സമയം തന്റെ സ്റ്റുഡന്റായി ചേർക്കുന്നത് ഇതിന് മുമ്പും പലതവണ നടന്നിട്ടുള്ള സംഭവമാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ സാധാരണ ടീച്ചേഴ്സ് തമ്മിൽ തന്നെ അത് സംസാരിച്ച് ഒരു തീർപ്പിൽ എത്താറാണ് പതിവ്. അങ്ങനെ തീർക്കുമ്പോൾ അവരുടെ ഇടയിൽ വെറുപ്പോ വൈരാഗ്യമോ ഒന്നും തന്നെ ഉണ്ടാകാറുമില്ല. പക്ഷേ ചില തർക്കങ്ങൾ സംസാരിച്ച് തീർക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളവയാണ് വിചാരണയ്ക്ക് വരുന്നത്. വിചാരണയിൽ എപ്പോഴും കുട്ടികളുടെ താല്പര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കാറ്. നരേന്ദ്രൻ പറഞ്ഞത് കേട്ട തരകന്റെ മുഖം കോപം കൊണ്ട് നിറഞ്ഞു. അത് കണ്ട് നരേന്ദ്രൻ ഉള്ളിൽ ഊറി ചിരിച്ചു. ഇന്ന ചേതന്റെ കാര്യത്തില് എന്തായാലും ഒരു തീരുമാനമുണ്ടാവും, അയാൾ ചിന്തിച്ചു. എന്നിട്ട് കൈ വാതിലിന് നേരെ കാണിച്ചതും ആ 2 വലിയ വാതിലുകൾ മലർക്കി തുറന്നു. വാതിലിന് പിന്നിൽ നിന്നിരുന്ന ഋഷിയും ചേതനും വിമലും എഡ്വിനും ശിവന്യയും വാതിൽ തുറന്നത് കണ്ട് അകത്തേക്ക് കയറി. എഡ്വിൻ സാർ, നിങ്ങളാണോ ഈ കംപ്ലൈന്റ് കൊടുത്തത്? അകത്തേക്ക് കയറിയതും നരേന്ദ്രൻ എഡ്വിനോട് ചോദിച്ചു. അതെ സാർ, എന്റെ സ്റ്റുഡന്റായ ഋഷിയെ ചേതൻ ഫോഴ്സ് ചെയ്ത് ആ കുട്ടിക്ക് വല്ലാത്ത പ്രഷർ കൊടുത്ത് അവന്റെ സ്റ്റുഡന്റ് ആക്കി മാറ്റി. ചേതൻ ചെയ്തത് വളരെ വലിയൊരു തെറ്റല്ലേ സാർ, എനിക്കിതിൽ നീതി കിട്ടണം, എഡ്വിൻ പറഞ്ഞു. തന്നെ എന്തിനാണ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് അതുവരെ ഋഷിക്ക് അറിയില്ലായിരുന്നു. ചേതൻ വിളിച്ചതുകൊണ്ട് ഇവരുടെ കൂടെ ഇവിടേക്ക് വന്നു എന്നല്ലാതെ തന്നെ എന്തിനാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നൊന്നും ആരും അവനോട് പറഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ എഡ്വിൻ പറഞ്ഞത് കേട്ടതും ഋഷിക്ക് കാര്യം മനസ്സിലായി. എഡ്വിന് ചേതനോടുള്ള പകയ്ക്ക് തന്നെ ഉപയോഗിച്ച് പകരം വീട്ടാൻ ശ്രമിക്കുകയാണ് എന്ന് ഋഷിക്ക് മനസ്സിലായി. കാര്യം മനസ്സിലായതും ഋഷി ചേതനെ നോക്കി. എന്നാൽ അവൻ കണ്ടത് പതർച്ചയോടെ നിൽക്കുന്ന ചേതനയാണ്. ഇവിടേക്ക് വരുന്നത് വരെ യാതൊന്നും സംഭവിക്കാത്തതുപോലെ ലാഘവത്തോടെ നടന്നു വന്ന ചേതന് പെട്ടെന്നത് എന്ത് പറ്റി എന്നവൻ ചിന്തിച്ചു. എഡ്വിൻ സാർ, എന്ത് അനാവശ്യമാണ് ഈ പറയുന്നത്? എനിക്ക് കുട്ടികളെ പ്രഷർ ചെയ്ത് എന്നെ സ്റ്റുഡന്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഋഷി അവന്റെ സ്വന്തം ഇഷ്ടത്തിലാണ് എന്നെ സ്റ്റുഡന്റായി വന്നു ചേർന്നത്, ഞാൻ അവനെ ഫോഴ്സ് ചെയ്തിട്ടൊന്നുമില്ല. ചേതൻ എഡ്വിൻ പറഞ്ഞത് കേട്ട് മിഴിഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു. ചേതന്റെ ശബ്ദത്തിൽ ഭയം വ്യക്തമായിരുന്നു. അവൻ പറഞ്ഞത് കേട്ടാൽ അവൻ പറയുന്നത് കള്ളമാണെന്നേ പറയുകയുള്ളൂ. ഋഷി ചേതന്റെ ഈ മാറ്റം കണ്ട് കണ്ണും മിഴിച്ച് അവനെ നോക്കി നിന്നു. താൻ കാണുന്നത് സ്വപ്നമൊന്നുമല്ലല്ലോ എന്നറിയാൻ അവൻ തന്റെ കണ്ണുവരെ തിരുമ്മി നോക്കി. ഋഷി ഇഷ്ടമല്ലാതെയാണ് ചേതന്റെ അടുത്ത് ചേർന്നത് എങ്കിൽ കൂടിയും ചേതന്റെ ആദ്യത്തെ ക്ലാസ് കൊണ്ട് തന്നെ അവൻ ചേതനെ തന്റെ അധ്യാപകനായി അംഗീകരിച്ചിരുന്നു. പിന്നെയും എന്തുകൊണ്ടാണ് ചേതൻ ഇങ്ങനെ പെരുമാറുന്നത് എന്നവന് മനസ്സിലായില്ല. ഋഷി, നീ എന്താ മിണ്ടാതെ നിൽക്കുന്നേ? അവർ ചോദിക്കുന്നത് കേട്ടില്ലേ? ഞാൻ നിന്നെ നിർബന്ധിച്ചാണോ നിന്നെ എന്നെ സ്റ്റുഡന്റ് ആക്കിയത്? അല്ല എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ചേതൻ ഋഷിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് ഋഷിയെ നോക്കി അവൻ സൈറ്റ് അടിച്ച് കാണിച്ചു. ഋഷി അത് കണ്ട് എന്ത് പറയണമെന്നറിയാതെ കണ്ണും മിഴിച്ച് നിന്നു. കാണുന്നവർക്കെല്ലാം ചേതൻ ഋഷിയെ വിരട്ടുന്നത് പോലെയാണ് തോന്നിയത്. ഋഷി പേടിച്ച് നിൽക്കുന്നത് പോലെ കണ്ട് തരകൻ ദേഷ്യത്തിൽ വിറച്ചു. ചേതാ, എവിടെ എങ്ങനെ സംസാരിക്കണമെന്ന് നോക്കിയും കണ്ടും വേണം സംസാരിക്കാൻ. ഇത് സത്യത്തിനും നീതിക്കും ന്യായത്തിനും വില കൊടുക്കുന്ന ഇടമാണ്. അതിനനുസരിച്ച് പെരുമാറാൻ കഴിഞ്ഞില്ലെങ്കിൽ വന്നതുപോലെ തന്നെ നിനക്ക് തിരികെ പോകാം. ഞാൻ നിനക്കൊരു അവസാന അവസരം കൂടി തരാം. നടന്നത് എന്താണോ അത് സത്യം സത്യം പോലെ പറഞ്ഞിട്ട് പോകാൻ നോക്ക്. നിന്റെ നാടകമൊന്നും ഇവിടെ വിലപ്പോകില്ല. ഇനിയും നാടകം കളിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്റെ ടീച്ചേഴ്സ് ലൈസൻസ് ക്യാൻസൽ ചെയ്ത് ഇവിടെ നിന്നും പുറത്താക്കും. ഇത് നിനക്കുള്ള ലാസ്റ്റ് വാർണിംഗ് ആണ്. തരകൻ പറഞ്ഞത് കേട്ട് ചേതനൊന്നും മിണ്ടാതെ നിന്നു. ഇതെല്ലാം കണ്ടു നിന്ന ശിവന്യ ഭയന്ന് നിൽക്കുകയായിരുന്നു. അധ്യായം 48. ചേതൻ ഋഷിയോട് പറഞ്ഞത് കേട്ട് തരകൻ അവനെ ചീത്ത പറഞ്ഞു. സാർ, നിങ്ങൾ കാണിക്കുന്ന അന്യായമാണ്. ഋഷി അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് എന്നെ സ്റ്റുഡന്റായി ചേർന്നത്, അല്ലാതെ ഇവർ പറയുന്ന പോലെ ഒന്നുമല്ല. ഇതെല്ലാം എന്നോടുള്ള വൈരാഗ്യത്തിന് പുറത്ത് കെട്ടിച്ചമച്ചതാണ്. അതുകൊണ്ട്
ഈ വിചാരണ റദ്ദാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാർ. ചേതൻ തരകനോട് പറഞ്ഞു. ഇങ്ങനെ പറയാൻ നിനക്ക് നാണമില്ല ചേതൻ? ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിൽ 0 വാങ്ങിയ നിന്റെ അടുത്ത് എന്ത് വിശ്വസിച്ചൊരു കുട്ടി ചേരുമെന്നാ നീ പറയുന്നേ? ചേതൻ പറഞ്ഞത് കേട്ടതും എഡ്വിൻ കോപത്തോടെ ചോദിച്ചു. തരകൻ സാർ, സാറ് ചേതൻ പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. അതൊക്കെ വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള അവന്റെ ഓരോ അടവുകളാണ്. ഈ വിചാരണ റദ്ദാക്കരുത്. അത് മറ്റുള്ളവർക്ക് ഒരു പാഠമായിരിക്കണം. ഇനിയെങ്കിലും ഋഷിക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കണം, എഡ്വിൻ താരകനോട് പറഞ്ഞു. ചേതൻ എലിജിബിലിറ്റി ടെസ്റ്റിൽ 0 വാങ്ങിയില്ലായിരുന്നെങ്കിൽ അവൻ പറഞ്ഞത് എല്ലാവരും വിശ്വസിക്കുമായിരുന്നു. ശരി, ഇത് വിചാരണയിലേക്ക് കൊണ്ടുപോകാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ. എന്തായാലും പരാതി കിട്ടിയ സ്ഥിതിക്ക് ഞാൻ വിചാരണ നടത്താതിരിക്കില്ല. പക്ഷേ അതിനു മുമ്പ് വിചാരണയുടെ ചട്ടങ്ങളെ കുറിച്ച് പറയാം. ഋഷി, നിങ്ങളിൽ ആരെയാണോ അവന്റെ ടീച്ചറായി വേണമെന്ന് പറയുന്നത് അവരായിരിക്കും ജയിക്കുന്നത്. അതുകൊണ്ട് തോൽക്കുന്നവർക്കുള്ള ശിക്ഷ ആദ്യം നിർണയിക്കണം, പ്രിൻസിപ്പൽ തരകൻ അവരോട് പറഞ്ഞു. അത് കേട്ട് ഇതുവരെ മിണ്ടാതെ നിന്നിരുന്ന നരേന്ദ്രൻ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഈ പരാതി വായിച്ചിരുന്നു. അതിലെ എട്ടുവിന്റെ റിക്വസ്റ്റ് പ്രകാരം തോറ്റവരെ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്നാണുള്ളത്. മിസ്റ്റർ ചേതൻ, തനിക്ക് ഇതിൽ എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടോ? അയാൾ അവനോട് ചോദിച്ചു. ചേതൻ മറുപടി നൽകാതെ നിന്നു. പറയ് ചേതൻ, നിനക്കിതിന് സമ്മതമാണോ? ഈ വിചാരണയിൽ തോറ്റാൽ ഈ സ്കൂൾ വിട്ട് പുറത്തു പോകാൻ താങ്കൾ തയ്യാറാണോ? അയാൾ ചോദിച്ചതും ചേതൻ എഡ്വിന് നേരെ തിരിഞ്ഞു. എഡ്വിൻ സാർ, നിങ്ങൾ നല്ലതുപോലെ ചിന്തിച്ചിട്ടാണോ തീരുമാനമെടുത്തത്? അഥവാ തോൽക്കുന്നത് എഡ്വിൻ സാർ ആണെങ്കിൽ സാറിന് ഈ സ്കൂളിൽ നിന്ന് പുറത്തു പോകേണ്ടി വരില്ലേ? അത് വേണോ? മുഖത്ത് സഹതാപം വരുത്തിക്കൊണ്ട് ചേതൻ ചോദിച്ചു. ചേതൻ പറഞ്ഞത് കേട്ടതും അവിടെ ഉണ്ടായിരുന്നവരെല്ലാം നെറ്റി ചുളിച്ചുകൊണ്ട് അവനെ നോക്കി. അവന് വട്ടായോ എന്ന് വരെ അവർ ചിന്തിച്ചു പോയി. നിന്റെ അടവൊക്കെ കയ്യിൽ വെച്ചാ മതി. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, എഡ്വിൻ ചേതൻ പറഞ്ഞത് കേട്ട് അവനോട് കോപത്തോടെ പറഞ്ഞു. അത് കേട്ട ചേതൻ ഒരു നിമിഷം ഒന്ന് മടിച്ചു നിന്നതിന് ശേഷം വീണ്ടും അവനോട് പറഞ്ഞു. ഞാൻ സാറിന് നല്ലതിന് വേണ്ടിയാണ് പറയുന്നത്. ഈ സ്കൂളിൽ നിന്ന് പുറത്തു പോകുക എന്നൊക്കെ പറയുമ്പോ അതൊരു വലിയ ശിക്ഷയല്ലേ? അതിനു പകരം തോൽക്കുന്നവരുടെ ടീച്ചേഴ്സ് ലൈസൻസ് ക്യാൻസൽ ചെയ്ത് 100 ചാട്ടവാറടി കൊടുക്കണം എന്നാക്കിയാലോ? എന്തു പറയുന്നു? ചേതൻ ചോദിച്ചത് കേട്ടതും എല്ലാവരും തമ്മിൽ നോക്കി. സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നതിനേക്കാൾ വലിയ ശിക്ഷയാണല്ലോ ചേതൻ രണ്ടാമത് പറഞ്ഞത്. 100 ചാട്ടവാറടി കൊള്ളണമെന്ന് മാത്രമല്ല, അവരുടെ ടീച്ചേഴ്സ് ലൈസൻസ് ക്യാൻസൽ ചെയ്യണോത്രേ. മാജിക് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടാലും ഒരു അധ്യാപകന് മറ്റേതെങ്കിലും സ്കൂളിൽ അധ്യാപകനായി മാറാൻ കഴിയും. പക്ഷേ ടീച്ചേഴ്സ് ലൈസൻസ് ക്യാൻസൽ ചെയ്താൽ ആ അധ്യാപകന് മറ്റൊരിടത്തും പഠിപ്പിക്കാൻ കഴിയില്ല. ജനങ്ങൾക്ക് അയാളോട് ഉണ്ടായിരുന്ന മതിപ്പും ഇല്ലാതെയാകും. നരേന്ദ്രൻ ടീച്ചേഴ്സ് മാനേജ്മെന്റ് കൗൺസിലിലെ ഒരു അംഗമാണെങ്കിൽ പോലും ഒരു ടീച്ചറുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ മാത്രമുള്ള അധികാരം അയാൾക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തരകനെ പറഞ്ഞ് വശത്താക്കി ചേതന്റെ ലൈസൻസ് എങ്ങനെ ക്യാൻസൽ ചെയ്യാം എന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു അയാൾ. അപ്പോഴാണ് ചേതനായി തന്നെ ഇത് മുന്നോട്ട് വെച്ചത്. അതോടെ നരേന്ദ്രന്റെ ജോലി എളുപ്പമായി മാറി. ചേതനായി തന്നെ അവനുള്ള കുഴി കുഴിക്കുന്നത് പോലെയാണ് അയാൾക്ക് തോന്നിയത്. ചാട്ടവാറടി ആ നാട്ടിലെ തന്നെ ഏറ്റവും കഠിനമായ ശിക്ഷയാണ്. വലിയ തെറ്റുകൾ ചെയ്ത കുറ്റവാളികൾക്കാണ് ഈ ശിക്ഷ കൊടുക്കാറുള്ളത്. ചാട്ടവാറടി ഏൽക്കുന്നവനെ തന്റെ തോല് പൊളിഞ്ഞു പോകുന്ന വേദനയായിരിക്കും അനുഭവപ്പെടുക. അവൻ എത്ര ശക്തനാണെങ്കിൽ പോലും ഈ ശിക്ഷ കഴിയുമ്പോൾ അയാൾ പാതി ചത്തിരിക്കും. അത്രയും കഠിനമായ ശിക്ഷ ചേതൻ ചോദിക്കുന്നത് കേട്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അവനെ മിഴിച്ചു നോക്കി. ശിവനയ്ക്കാണെങ്കിൽ ചേതന്റെ കാര്യമോർത്ത് വല്ലാത്ത വേവലാതി തോന്നി. വിമലും എഡ്വിനും ചേർന്ന് ചേതനെ പുറത്താക്കാൻ വേണ്ടിയാണ് ഈ കളി കളിക്കുന്നത്. അത് മനസ്സിലാക്കാതെയാണോ ചേതൻ അവർ പറയുന്നതിനെല്ലാം തലയാട്ടി കൊടുക്കുന്നത് എന്നവൾ സംശയിച്ചു. അതോ ഇനി മനസ്സിലായിട്ടും അവൻ മനസ്സിലാകാത്ത പോലെ അഭിനയിക്കുന്നതാണോ? ചേതന്റെ കാര്യം ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അവൻ ശിക്ഷ കുറയ്ക്കാനായി ചോദിച്ചിരുന്നെങ്കിൽ പിന്നെയും മനസ്സിലാക്കായിരുന്നു. പക്ഷെ കുറയ്ക്കുന്നതിന് പകരം അത് കൂട്ടുകയാണ് ചെയ്തത്. അത് കണ്ട് അവന് കൊടുക്കാൻ ശ്രമിക്കുന്നവർക്ക് വീണ്ടും സന്തോഷമാവുകയല്ലേ ചെയ്യുകയുള്ളൂ. ശിവന്യ ചിന്തിച്ചു. ഈ ശിക്ഷ നീ തന്നെ പറഞ്ഞതാണ് ചേതാ. അവസാനം നിന്ന് അടികൊള്ളാൻ നേരം ഞങ്ങളെ ആരെയും പ്രാകാൻ നിൽക്കരുത്, എഡ്വിൻ ചേതനോട് പറഞ്ഞു. എന്നിട്ട് അവൻ തരകന് നേരെ തിരിഞ്ഞു. ഈ വിചാരണയിലൂടെ എനിക്ക് നീതി ലഭിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സാർ. ചേതന്റെ ആഗ്രഹം പോലെ തോൽക്കുന്നവർ ആരാണോ
അവർക്ക് അവൻ പറഞ്ഞ ശിക്ഷ തന്നെ കൊടുക്കണം. എഡ്വിൻ തരകനോട് പറഞ്ഞത് കേട്ട് ഋഷി തന്റെ തലയ്ക്ക് കൈ കൊടുത്തു നിന്നു. എഡ്വിൻ സാർ എന്തിനത് സമ്മതിച്ചത്? ചേതൻ സാർ സത്യത്തിലൊരു ബുദ്ധിശാലിയാണ്. എതിരുള്ളവർക്ക് ജയിക്കുമെന്ന വല്ലാത്ത ആത്മവിശ്വാസം നൽകി തോൽക്കുമ്പോ കൊടുക്കാൻ മുട്ടം പണിയും തയ്യാറാക്കി. പാവ എഡ്വിൻ സാർ, ഋഷി ചിന്തിച്ചു. രണ്ടു കൂട്ടരും ശിക്ഷയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കിയ സ്ഥിതിക്ക് നമുക്ക് വിചാരണ ആരംഭിക്കാം, നരേന്ദ്രൻ അവരോട് പറഞ്ഞു. പന്തിന്റെ വലിപ്പമുള്ള 2 മാന്ത്രിക ഗോളങ്ങൾ അവിടേക്ക് കൊണ്ടുവന്നു. നരേന്ദ്രൻ അവയെടുത്ത് തനിക്ക് മുമ്പിലായുള്ള മേശയുടെ മുകളിലേക്ക് വെച്ചു. ആ ഗോളങ്ങൾ സ്വർണ്ണ നിറത്തിൽ വെട്ടിത്തിളങ്ങിയിരുന്നു. ഇതൊരു വ്യക്തിയുടെ ഉള്ളറിയാൻ കഴിവുള്ള മാന്ത്രിക കല്ലുകൾ കൊണ്ട് തീർത്ത ഗോളങ്ങളാണ്. ഇവ ഓരോന്നിലായി ചേതനും എഡ്വിനും അവരുടെ രക്തം പതിപ്പിക്കണം. അതിനുശേഷം ഋഷി ഈ ഗോളങ്ങളിൽ ഓരോന്നിലും തൊടണം. അവൻ തൊടുന്നതനുസരിച്ച് നിങ്ങൾ ഇരുവരിലുമുള്ള അവന്റെ വിശ്വാസം എത്രയാണ് എന്നുള്ളത് ആ ഗോളത്തിൽ തെളിഞ്ഞു വരും. ഋഷിക്ക് ആരുടെ മീതെയാണ് കൂടുതൽ വിശ്വാസമുള്ളത് അവർ ഈ കേസ് ജയിക്കും. ഇതാണ് നടപടിക്രമങ്ങൾ. നിങ്ങൾക്കെല്ലാം വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? വിചാരണയുടെ മുറകൾ വളരെ ലളിതമായതിനാൽ നരേന്ദ്രൻ ചോദിച്ചതും ചേതനും എഡ്വിനും ഇല്ലെന്ന് മറുപടി പറഞ്ഞു. ആ മാന്ത്രിക ഗോളങ്ങളുടെ സഹായത്തോടു കൂടി ഋഷിയുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയാൻ സാധിക്കും. ഋഷി ആരുടെ മേലെയാണ് കൂടുതൽ വിശ്വാസം വെച്ചിരിക്കുന്നത് അവർ ഈ വിചാരണയിൽ ജയിക്കുകയും ചെയ്യും. ഒരു തവണ മാത്രം ഉപയോഗിക്കാനാവുന്ന ആ മാന്ത്രിക ഗോളങ്ങൾ വളരെ വിലയേറിയവയാണ്. അതുകൊണ്ട് തന്നെ അവ നിസ്സാര കാര്യങ്ങൾക്കായി ഒന്നും മാജിക് സ്കൂൾ ഉപയോഗിക്കാറില്ല. ആരാണോ വിചാരണയിൽ തോൽക്കുന്നത് അവർ ആ ഗോളത്തിന്റെ വിലയും നൽകേണ്ടി വരും. നരേന്ദ്രൻ പ്രൊസീഡ് എന്ന് പറഞ്ഞതും എഡ്വിനും ചേതനും ആ ഗോളങ്ങളുടെ മുൻപിലേക്ക് ചെന്ന് അതിൽ അവരുടെ രക്തം പതിപ്പിച്ചു. ഉടനെ തന്നെ ആ ഗോളം കൂടുതൽ സ്വർണ്ണ നിറത്തിൽ പ്രകാശിക്കാൻ തുടങ്ങിയിരുന്നു. അവരിരുവരും രക്തമാക്കി കഴിഞ്ഞതും നരേന്ദ്രൻ ഋഷിയോട് ചെല്ലാൻ പറഞ്ഞു. ഋഷി മുന്നിലേക്ക് ചെന്ന് അതിലൊരു ഗോളം തന്റെ 2 കൈകൊണ്ടും എടുത്തു പിടിച്ചു. പെട്ടെന്ന് ആ ഗോളത്തിൽ നിന്നും ഉയർന്ന സ്വർണ്ണ നിറമുള്ള പ്രകാശം മെല്ലെ അവന്റെ ശരീരം ആകെ പൊതിഞ്ഞു. അവൻ കണ്ണുകളടച്ച് മറ്റേതോ ലോകത്തെന്ന പോലെ നിന്നു. എല്ലാവർക്കും അറിയാലോ, ആ ഗോളം ഉപയോഗിക്കുന്നവർ ഒരു മാന്ത്രിക ലോകത്തേക്ക് എത്തപ്പെടും. അവിടെ അവർക്ക് കളവ് പറയാൻ കഴിയില്ല. അവരുടെ ഉള്ളിലുള്ളത് എന്താണ് അത് ആ ഗോളം പുറത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. നരേന്ദ്രൻ ഋഷിയെ നോക്കി നിൽക്കുന്ന എല്ലാവരോടുമായി പറഞ്ഞു. ആ ഗോളത്തിൽ എത്ര പോയിന്റ് തെളിയുന്നോ അതിനനുസരിച്ച് ആ വിദ്യാർത്ഥിക്ക് ആ അധ്യാപകനോട് വിശ്വാസമുണ്ടെന്നാണ് അർത്ഥം. സാധാരണ ഒരു അധ്യാപകനും കുട്ടിയും തമ്മിലുള്ള വിശ്വാസത്തിന്റെ പോയിന്റ് 30%. ഏറ്റവും ഉയർന്ന നിലയിലുള്ള ഒരു അധ്യാപകന് മാത്രമേ 50% വരെ പോയിന്റ് ഉയർത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള അധ്യാപകർ വളരെ കുറവാണ്. ഒരു കുട്ടിക്കും തന്റെ മാതാപിതാക്കൾക്കും തമ്മിലുള്ള വിശ്വാസത്തിന്റെ പോയിന്റ് 60%-ന് അടുത്താണ്. മാജിക് സ്കൂളിൽ ഈ വർഷത്തെ ക്ലാസുകൾ തുടങ്ങിയിട്ട് വെറും 2 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ആ 2 ദിവസം കൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക് തന്റെ മേലെ വിശ്വാസം ഉണ്ടാക്കാൻ മാത്രം അത്ര പ്രഗത്ഭനായ അധ്യാപകൻ ഒന്നുമല്ല ചേതനെന്ന് അവിടെയുള്ളവർ വിശ്വസിച്ചു. അധ്യാപക വിദ്യാർത്ഥി ബന്ധം അളക്കുന്നതിന് മാജിക് അക്കാദമിയിൽ ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപകരെ 4 ലെവലുകളായി തിരിച്ചിരുന്നു. ഏറ്റവും ഉയർന്ന നിലയിലുള്ള അധ്യാപകരെ എ എന്ന കാറ്റഗറിയിലും, അത്ര ഉയർന്നതുമല്ല എന്നാൽ അത്ര താഴ്ന്നതുമല്ലാതെയുള്ള അധ്യാപകരെ ബി എന്ന കാറ്റഗറിയിലും, ഏറ്റവും താഴ്ന്ന നിലയിലെ അധ്യാപകരെ സി എന്ന കാറ്റഗറിയിലുമായി തിരിച്ചിരുന്നു. അതിൽ തന്നെ എ കാറ്റഗറിയിലെ അധ്യാപകരുടെ ഇടയിൽ മുകളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ചില അധ്യാപകർ ഉണ്ടായിരുന്നു. അവർ എന്തിലും മികവുറ്റവരായിരുന്നു. അവർക്ക് പുതിയ ടെക്നിക്കുകൾ കണ്ടെത്താനും അതിനെ പുസ്തകങ്ങളാക്കി മാറ്റാനുമുള്ള കഴിവുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള അധ്യാപകരെ എസ് എന്ന കാറ്റഗറിയിലാക്കിയായിരുന്നു തിരിച്ചിരുന്നത്. ഇതിൽ വിമലും ശിവന്യയും എ കാറ്റഗറിയിൽ പെടുന്ന അധ്യാപകരാണ്. ചേതൻ സി കാറ്റഗറിയിൽ പെടുന്ന ഒരുവനും. ഇതിൽ എസ് കാറ്റഗറിയിൽ പെടുന്ന അധ്യാപകരിൽ നിന്ന് വിദ്യ പകർന്നു കിട്ടിയ വിദ്യാർത്ഥികൾ എങ്ങനെ വന്നാലും വളരെ വലിയ നിലകളിൽ തന്നെ എത്തിച്ചേരും. അധ്യാപനം അത്ര വലിയ തൊഴിലൊന്നും അല്ലെങ്കിലും വലിയ തൊഴിലുകൾ ഉള്ളവരെക്കാൾ മതിപ്പ് ഈ എസ് ലെവലിലുള്ള അധ്യാപകർക്ക് ലഭിച്ചിരുന്നു. അത് തെളിയിക്കുന്ന ഒരു കഥ തന്നെ മാജിക് അക്കാദമിയിൽ പറഞ്ഞു കേൾക്കാറുണ്ട്. അതെന്തെന്നാൽ ഒരിക്കലൊരു വലിയ രാജ്യത്തിന്റെ രാജാവ് എസ് ലെവലിലുള്ള അധ്യാപകനെ അപമാനിക്കാൻ ശ്രമിച്ചു.
കോപനിഷ്ഠനായ അധ്യാപകന്റെ ഒരു വാക്കിന്റെ പുറത്ത് അയാൾ പഠിപ്പിച്ച കുട്ടികൾ ആ രാജാവിന് നേരെ തിരിഞ്ഞു. അധ്യാപകന്റെ മികവ് കാരണം അവരെല്ലാം തന്നെ ഡോൺ 8 സ്റ്റേജിൽ ഉള്ളവരായിരുന്നു. അങ്ങനെ അവർ ഒരുമിച്ചപ്പോൾ ഒരു ദിവസം കൊണ്ട് ആ രാജ്യം തന്നെ അവർ ചുട്ടരിച്ചു എന്നാണ് ആ കഥ. അവരുടെ ആക്രമത്തിൽ നിന്ന് രാജകുടുംബത്തിലെ ഒരു വ്യക്തി പോലും രക്ഷപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഒരു ദിവസം കൊണ്ട് ആ രാജകുടുംബം തന്നെ മണ്ണടിഞ്ഞു. ഇതുകൊണ്ട് തന്നെയാണ് ആരെയൊക്കെ വെറുപ്പിച്ചാലും ഒരു അധ്യാപകനെ, അതും എസ് ലെവലിലുള്ള ഒരാളെ വെറുപ്പിക്കരുത് എന്ന് ആളുകൾ പറയുന്നത്. പക്ഷെ ആ നിലയിലേക്ക് എത്താൻ കഠിന പ്രയത്നത്തിന്റെയും അതിന്റെ കൂടെ തന്നെ കുട്ടികളുടെ പരിപൂർണ വിശ്വാസവും ആവശ്യമായിരുന്നു. തരകൻ ഇതിനെക്കുറിച്ചെല്ലാം അവിടെ കൂടി നിന്നവരോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഒരു അധ്യാപകന് എസ് ലെവലിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അവരുടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ മേലെയുള്ള വിശ്വാസം വളരെ പ്രധാനമാണ്. ആ വിദ്യാർത്ഥിയും അധ്യാപകനും തമ്മിലുള്ള വിശ്വാസത്തിന്റെ പോയിന്റുകൾ 60% എത്തിയാൽ മാത്രമേ ആ അധ്യാപകന് എസ് ലെവലിലേക്ക് എത്താൻ കഴിയൂ. അതായത് ആ വിദ്യാർത്ഥിക്ക് തന്നെ മാതാപിതാക്കളോടുള്ള അതേ വിശ്വാസം തന്റെ അധ്യാപകനോടും ഉണ്ടാകണം. തരകൻ അവരോടായി പറഞ്ഞു, ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടായിട്ട് പോലും ഒരു കുട്ടിക്ക് തന്റെ മാതാപിതാക്കളോടുള്ള വിശ്വാസം വെറും 60%. അങ്ങനെയുള്ളപ്പോൾ കുറച്ച് ദിവസങ്ങളുടെ പരിചയം കൊണ്ട് മാത്രം ഒരു അധ്യാപകന് തന്നോടുള്ള വിശ്വാസത്തിന്റെ പോയിന്റുകൾ 60% മാറ്റുക അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല. നരേന്ദ്രന്റെ അഭിപ്രായത്തിൽ 40% പോയിന്റുകൾ എത്തിയാൽ തന്നെ ആ അധ്യാപകൻ ഒരു നല്ല അധ്യാപകനായിരുന്നു. വിശ്വാസം വളർത്തിയെടുക്കുന്നതിനേക്കാൾ എളുപ്പമാണ് വിശ്വാസം ഇല്ലാതെയാക്കാൻ. ഒരു ചെറിയ തെറ്റുകൊണ്ട് പോലും എസ് ലെവലിലുള്ള ഒരു അധ്യാപകൻ വെറും സി ലെവലിലേക്ക് എത്തിച്ചേരും. അവിടെയുള്ളവരെല്ലാം അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിവന്യയുടെ ശ്രദ്ധ മാത്രം ചേതനിലായിരുന്നു. ഋഷി ആ മാന്ത്രിക ഗോളത്തിൽ തൊട്ടപ്പോൾ മുതൽ ഇനിയുള്ള ചേതന്റെ അവസ്ഥ എന്തായിത്തീരും എന്നുള്ള ഭയമായിരുന്നു അവളിൽ. താൻ കാരണം ചേതന് ചാട്ടവാറടി കിട്ടി, ടീച്ചേഴ്സ് ലൈസൻസും ക്യാൻസലായി, ഇവിടെ നിന്ന് പോകേണ്ടി വരുമോ എന്ന് വരെ അവൾ ചിന്തിച്ചു. ചേതന് താൻ കാരണം അടികിട്ടുന്നത് തനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്ന ചിന്തയിൽ അവൾ അവിടെ നിന്ന് പോകാൻ തയ്യാറായി. പക്ഷേ വിമൽ അവളെ തടഞ്ഞു നിർത്തി. വിചാരണ നടക്കുമ്പോ ആരും പുറത്തേക്ക് പോകാൻ പാടില്ല. വിമലിനെ പിന്തുണച്ചുകൊണ്ട് എഡ്വിൻ ശിവന്യോട് പറഞ്ഞു. എഡ്വിന്റെ മുഖത്തെ ആത്മവിശ്വാസവും ജയിച്ചവന്റെ പോലെയുള്ള ഒരു ഭാവവും കണ്ട് ശിവന്യക്ക് വീണ്ടും ഭയമായി. അധ്യായം 49. ശിവന്യയുടെ മുഖത്തെ പ്രയാസം കണ്ട് വിമൽ പരിഹസിച്ച് ചിരിച്ചു. ഒരു വിദ്യാർത്ഥി ഒരു അധ്യാപകനെ 10% കുറവ് പോയിന്റാണ് കൊടുക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് ആ അധ്യാപകനോട് യാതൊരു വിശ്വാസവുമില്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയുള്ള ഒരു അധ്യാപകനെ ജനങ്ങൾ ഒരു കോമാളിയെ പോലെ നോക്കുകയുള്ളൂ. പിന്നെ ചേതൻ ആദ്യമേ തന്നെ ജനങ്ങളുടെ മുന്നിൽ ഒരു കോമാളി ആയതുകൊണ്ട് അവന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് വിമൽ അട്ടഹസിച്ചു ചിരിക്കാൻ തുടങ്ങി. എല്ലാത്തിനും കാരണം താനാണെന്ന കുറ്റബോധത്തിൽ ശിവന്യ ഇതെല്ലാം കേട്ട് വിഷമിച്ചു നിന്നു. അവൾ ചേതനെ നോക്കിയതും ഇതൊന്നും തന്നെ ബാധിച്ചിട്ടേ ഇല്ല എന്ന മട്ടിൽ നിൽക്കുകയാണ് ചേതൻ. ഭയത്തിന്റെ ഒരു നേരിയ ലക്ഷണം പോലും ഇല്ലല്ലോ എന്നോർത്ത് അവൾക്ക് ആശ്ചര്യം തോന്നി. മാന്ത്രിക ഗോളത്തിൽ പോയിന്റുകൾ കാണിക്കുന്നത് കാണാനായി കാത്തിരുന്ന തരകൻ കുറച്ചു നേരം ആലോചിച്ച് നിന്നതിന് ശേഷം അവരോട് പറഞ്ഞു, ഋഷിയെ ഇവിടേക്ക് കൊണ്ടുവന്നത് എഡ്വിൻ സാറാണ്. സാറ് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ സാറിനോട് അവന് നല്ല ആത്മബന്ധം ഉണ്ടാവും. ഒരു 18-19 പോയിന്റ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാലും 20% ഒക്കെ കിട്ടുക കുറച്ച് കഷ്ടമായിരിക്കും. പക്ഷേ ചേതന്റെ കാര്യം അങ്ങനെയല്ല. അവൻ സത്യത്തിൽ ഋഷിക്ക് പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് പോയിന്റ്സ് വരെ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ നെഗറ്റീവ് പോയിന്റ്സ് കിട്ടിയ അത് സ്കൂളിന്റെ റെപ്യൂട്ടേഷൻ അല്ലേ ബാധിക്കുക? നരേന്ദ്രൻ പുരികം ചുളിച്ചുകൊണ്ട് ചോദിച്ചു. അതെ, അതുകൊണ്ട് തന്നെ ചേതൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കൂളിന്റെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഞാൻ അവനെതിരെ നടപടിയെടുക്കും. അവനെ ഈ സ്കൂളിൽ നിന്നും പുറത്താക്കും. അത് മാത്രവുമല്ല, ടീച്ചേഴ്സ് കൗൺസിലിൽ ഉള്ളവരോട് സംസാരിച്ച് അവന്റെ ലൈസൻസും ഞാൻ റദ്ദാക്കും, തരകൻ പറഞ്ഞു. നരേന്ദ്രന് തരകൻ പറഞ്ഞത് കേട്ട് വല്ലാത്ത സന്തോഷം തോന്നി. താൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുന്നതിന്റെ സന്തോഷമായിരുന്നു അയാൾക്ക്. പ്രതീക്ഷയോടെ അയാൾ ആ മാന്ത്രിക ഗോളങ്ങളിലേക്ക് നോക്കി. റിസൾട്ട് വരാൻ പോകുന്നു. ആ ഗോളത്തിൽ നിന്ന് മെല്ലെ പ്രകാശം വന്നു തുടങ്ങുന്നത് കണ്ട് നരേന്ദ്രൻ പറഞ്ഞു. ആ ഗോളങ്ങൾ പ്രകാശിക്കുന്നത് കണ്ട് എഡ്വിന്റെ കണ്ണുകൾ തിളങ്ങി. ചേതനെ പുറത്താക്കുക മാത്രമായിരുന്നില്ല എഡ്വിന്റെ ലക്ഷ്യം. അതിലൂടെ വിമലിന്റെ പ്രീതി പിടിച്ചു പറ്റുക എന്നതുകൂടിയായിരുന്നു. വിമലും അവന്റെ മുത്തശ്ശനെയും പോലെയുള്ളവർ തന്റെ പക്ഷത്തുണ്ടെങ്കിൽ ആ മാജിക് സ്കൂളിലെ തന്റെ മതിപ്പ് ഉയരും എന്ന് അവൻ അറിയാമായിരുന്നു. അത് മാത്രമല്ല, എന്തെങ്കിലും ഒരു നാൾ അവനൊരു എ ലെവലിലുള്ള അധ്യാപകനായി തീരില്ലെന്ന് ആര് കണ്ടു?
ആ ഗോളങ്ങൾ പ്രകാശിക്കുന്നത് നിർത്തി. അതിൽ പോയിന്റുകൾ തെളിയാൻ തുടങ്ങി. അവിടെയുള്ളവരെല്ലാം ആ ഗോളത്തിൽ തെളിഞ്ഞു വരുന്ന പോയിന്റുകൾ വായിക്കാൻ തുടങ്ങി. ഋഷിക്ക് എന്റെ മേലെയുള്ള വിശ്വാസം എത്രത്തോളം ഉണ്ടാകുമെന്ന് എനിക്ക് നന്നായി അറിയാം. ഒരു 20% മേലെ പോയിന്റ് എന്തായാലും കിട്ടും. എഡ്വിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ ആ ഗോളത്തിൽ തെളിഞ്ഞു വന്ന പോയിന്റുകൾ കണ്ട് എഡ്വിൻ നെഞ്ചത്ത് കൈവച്ചു. ഇതെങ്ങനെ? അയാൾ പരിഭ്രമത്തിലായി. വെറും 10% മാത്രമായിരുന്നു എഡ്വിന് ലഭിച്ചത്. ഋഷിക്ക് തന്റെ മേലെ വലിയ വിശ്വാസമാണെന്ന് പറഞ്ഞു നടന്നിരുന്ന എഡ്വിന് കിട്ടിയ വലിയൊരു അടിയായിരുന്നു ആ റിസൾട്ട്. സത്യത്തിൽ എഡ്വിനേക്കാൾ തകർന്നു പോയത് അവനെ വിശ്വസിച്ച മറ്റുള്ളവരായിരുന്നു. അവിടെയുള്ളവരെല്ലാം ഞെട്ടലോടെ നിന്നപ്പോൾ ചേതൻ മാത്രം ലാഘവത്തോടെ ആ ഗോളത്തിലേക്ക് നോക്കിക്കൊണ്ടു നിന്നു. 10% എന്നു മുതലാണ് 20% മാറിയത്? ഇതിവിടുത്തെ പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വന്ന മാറ്റമാണോ? ഇതിനെക്കുറിച്ച് ഞാൻ ഇതുവരെ അറിഞ്ഞില്ലല്ലോ. ചേതൻ പരിഹാസത്തോടെ ചോദിച്ചതും എഡ്വിന് വല്ലാത്ത നാണക്കേട് തോന്നി. ഋഷി, കൊള്ളാം. നിന്നെ സ്കൂളിലേക്ക് കൊണ്ടുവന്നത് തന്നെ ഞാനാണ്. എത്ര കാലമാണ് ഞാൻ നിനക്ക് ക്ലാസ് എടുത്തത്. എന്നിട്ടും ഇതാണോ എനിക്ക് നിന്നിൽ നിന്ന് ലഭിക്കുന്നത്? എഡ്വിൻ ഋഷിയോട് കോപത്തോടെ ചോദിച്ചു. എഡ്വിൻ, ഈ പോയിന്റ് കിട്ടാനാണോ താൻ ഇത്ര വീമ്പളക്കിയത്? ഇതിന്റെ പുറത്താണോ വിചാരണ നടത്തിയേ പറ്റൂ എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം വിളിച്ചു കൂട്ടിയത്? നീ ഋഷിയെ കുറിച്ച് നല്ലതുപോലെ അറിഞ്ഞു വെച്ചിട്ട് വേണമായിരുന്നു ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കാൻ. തരകൻ കോപത്തിൽ എഡ്വിനോട് പറഞ്ഞു. അത് കേട്ട് എഡ്വിൻ തന്റെ അരികിൽ നിൽക്കുന്ന വിമലിന്റെ മുഖത്തേക്ക് നിസ്സഹായനായി നോക്കി. വിമലിന്റെ മുഖം ആകെ ദേഷ്യത്തിൽ ചുവന്നിരിക്കുകയായിരുന്നു. കൂട്ടത്തിൽ എഡ്വിനെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്നത് അവനായിരുന്നു. നിന്നെ വിശ്വസിച്ചാണ് എഡ്വിൻ ഞാൻ ഈ വിചാരണകൾക്കുള്ള ഏർപ്പാട് ചെയ്തത്. എന്നിട്ട് എന്നെ നീ എല്ലാരും മുമ്പിൽ ശരിക്കും നാണം കെടുത്തി. തൃപ്തിയായല്ലോ നിനക്ക്? വിമൽ അവന് നേരെ അലറി. അത് കേട്ട് എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു എഡ്വിൻ. പെട്ടെന്നാണ് മറ്റൊരു ചിന്ത അവന്റെ ഉള്ളിലേക്ക് കടന്നു വന്നത്. നീ ഇത് കണ്ട് പേടിക്കണ്ട വിമൽ. ഋഷി ആളുകളെ അങ്ങനെ അധികം വിശ്വസിക്കാത്ത കൂട്ടത്തിലാണുള്ളത്. എന്റെ മേലെയുള്ള ഋഷിയുടെ വിശ്വാസം 10% ഉള്ളുവെങ്കിൽ ഇതിലും കുറവായിരിക്കും അവന് ചേതന്റെ മേലുള്ളത്. ആരുടെ പോയിന്റ്സ് കൂടുതലാണോ അവര് ജയിക്കുന്നല്ലേ. അപ്പോ അവന്റെ റിസൾട്ട് കൂടെ വരട്ടെ. ഉറപ്പായും ഞാൻ തന്നെ ജയിക്കും, എഡ്വിൻ ഉറപ്പോടെ പറഞ്ഞു. അത് കേട്ടതും എല്ലാവരുടെയും കണ്ണ് ആ രണ്ടാമത്തെ ഗോളത്തിന് മീതെയായി. ശിവന്യ നെഞ്ചിടിപ്പോടെ ആ ഗോളത്തിലേക്ക് നോക്കി. പക്ഷേ ആ ഗോളത്തിൽ പോയിന്റ്സ് ഒന്നും തന്നെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്താ ചേതന്റെ പോയിന്റ്സ് കാണിക്കാൻ ഇത്രയും സമയം എടുക്കുന്നത്? ശിവന്യ ചോദിച്ചു. ശിവന്യ മാം, ഇത് ഋഷിയുടെ ഉപബോധ മനസ്സിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ഋഷിയുടെ മനസ്സ് പൂർണ്ണമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അതിൽ റിസൾട്ട് കാണിക്കൂ. വിമൽ മറ്റാരെങ്കിലും അവൾക്ക് മറുപടി കൊടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവളോട് പറഞ്ഞു. വിമൽ ശിവന്യയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനാണ് അങ്ങനെ പറഞ്ഞതെങ്കിലും അവളുടെ ശ്രദ്ധ മുഴുവനും ചേതനിലായിരുന്നു. ഋഷി ആശങ്കയോടെ ചേതന്റെ രക്തം പതിപ്പിച്ച ഗോളത്തെ നോക്കി. ആ ഗോളം സ്വർണ്ണ പ്രകാശത്തിൽ വെട്ടി ജ്വലിക്കാൻ തുടങ്ങി. അതിൽ മെല്ലെ പോയിന്റുകൾ തെളിഞ്ഞു വന്നു. ആ പോയിന്റുകൾ കണ്ട എല്ലാവരും ഞെട്ടലോടെ ആ ഗോളത്തെ നോക്കി. 64%. ഇതെങ്ങനെ സാധ്യമോ? വിമൽ ഞെട്ടലോടെ ചോദിച്ചു. അവിടെ ഉണ്ടായിരുന്നവർ എല്ലാം ആശ്ചര്യത്തോടെ ആ ഗോളത്തെ നോക്കി. ഇതെങ്ങനെ സാധ്യമാവും? വെറും 0 വാങ്ങി ഇവനെ പോലൊരു ടീച്ചറിന്റെ മേലെ എങ്ങനെയാ ഒരു കുട്ടി ഇത്രയും വിശ്വാസം വെക്കുന്നത്? എന്തിന് മാതാപിതാക്കൾക്ക് പോലും കിട്ടുന്നത് വെറും 60%. അങ്ങനെയുള്ളപ്പോ സ്കൂൾ തുറന്നിട്ട് വെറും 2 ദിവസത്തിനുള്ളിൽ എങ്ങനെയാ ഒരു കുട്ടിക്ക് ഇവനോട് ഇത്രയും വിശ്വാസം തോന്നുക? കൂടിപ്പോയ ഒരു 30 മണിക്കൂർ ഋഷി ചേതന്റെ കൂടെ സമയം ചെലവഴിച്ചിട്ടുണ്ടാവും. അത്ര സമയം കൊണ്ട് എങ്ങനെ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക? എഡ്വിൻ മറ്റുള്ളവരുടെ കോപത്തിൽ നിന്നും രക്ഷപ്പെടാനായി പറഞ്ഞു. അത് കേട്ട് മറ്റുള്ളവരും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അതെ, എഡ്വിൻ പറയുന്നതിലും കാര്യമുണ്ട്. വലിയ നിലയിലുള്ള അധ്യാപകർക്ക് പോലും ഇത്രയും പോയിന്റുകൾ നേടാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇവന് സാധിക്കുക? ഇതിലെന്തോ കുഴപ്പമുണ്ട്. നരേന്ദ്രൻ എഡ്വിന്റെ വാദം ശരിവെച്ചുകൊണ്ട് പറഞ്ഞു. ശിവന്യ ആ ഗോളത്തിലെ പോയിന്റുകൾ കണ്ട് വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. ചേതനെ കൊണ്ട് ഇതെങ്ങനെ സാധിച്ചു എന്നുള്ള അത്ഭുതവും അവളിൽ ഉണ്ടായിരുന്നു. അവൾ സന്തോഷത്തോടെ ചേതനെ നോക്കി. എന്നാൽ അവൾ കണ്ടത് വീണ്ടും യാതൊരു വിധത്തിലെ ഭാവവ്യത്യാസവും ഇല്ലാതെ നിൽക്കുന്ന ചേതനയായിരുന്നു. ചേതനൊരു നിർവികാര ജീവിയാണോ എന്ന് വരെ അവൾ അത് കണ്ട് ചിന്തിച്ചു പോയി. അത്രയും വലിയ സംഭവമാണ് നടന്നത്. എന്നിട്ട് അതിനെക്കുറിച്ച് ഓർത്ത് യാതൊരുവിധ സന്തോഷം ഇല്ലാതെയാണ്
ചേതൻ നിൽക്കുന്നത് എന്നുള്ള ഒരു ചെറിയ ദേഷ്യവും അവളിൽ ഉണ്ടായിരുന്നു. ചേതൻ ഇത് മുൻപേ പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ടാണ് അവന് യാതൊരു ഭാവമാറ്റവും ഇല്ലാതിരുന്നത്. സാർ, ഞാൻ ഈ വിചാരണയിൽ ജയിച്ച സ്ഥിതിക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ തോറ്റ ആളുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്ത് അയാൾക്ക് 100 ചാട്ടവാറടിയും കൊടുക്കണം. തകർന്നു നിൽക്കുന്ന നരേന്ദ്രനോടും തരകനോടും അവൻ പറഞ്ഞു. എഡ്വിൻ അത് കേട്ട് ഞെട്ടിത്തരിച്ചു നിന്നു. അതെങ്ങനെ ശരിയാവും? ഞങ്ങൾക്ക് ഈ പോയിന്റുകളുടെ കാര്യത്തിൽ സംശയമുണ്ട്. ഇത്രയും പോയിന്റ് ഇവിടെ വേറെ ഒരു അധ്യാപകർക്ക് കിട്ടിയിട്ടില്ല. എത്ര നല്ല ഒരു അധ്യാപകനാണ് എഡ്വിൻ സാർ. എന്നിട്ട് ഈ സാറിന് കിട്ടാത്ത മാർക്ക് വെറും ഒരു 0 ആയാ നിനക്ക് കിട്ടുമോ? വിമൽ ഇടയ്ക്ക് കയറി ചോദിച്ചു. നിങ്ങൾ പറഞ്ഞതനുസരിച്ചല്ലേ ഈ വിചാരണ തന്നെ നടത്തിയത്? എന്നിട്ട് ഇപ്പൊ കാല് മാറുന്നത് ശരിയാണോ? ചേതൻ അത് കേട്ട് ചോദിച്ചു. ഇല്ല ചേതാ, വിമൽ പറഞ്ഞതിലും കാര്യമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ശിക്ഷയെ കുറിച്ച് ആലോചിക്കാം. അത് മാത്രമല്ല, ഇത്രയും നാൾ ഒരു നല്ല രീതിയിൽ ജോലിയെടുത്ത എഡ്വിൻ സാറിനെ അങ്ങനെ ഇങ്ങനെയൊന്നും ഇവിടെ നിന്നും പറഞ്ഞുവിടാൻ പറ്റില്ല. നരേന്ദ്രൻ ചേതനോട് പറഞ്ഞു. ഓ, അപ്പൊ ഞാനാണ് തോറ്റിരുന്നെങ്കിലോ? നിങ്ങൾ ഇത് തന്നെ ആവോ പറഞ്ഞിട്ടുണ്ടാവുക? എനിക്ക് എങ്ങനെ മാക്സിമം ശിക്ഷ നൽകാന്നല്ലേ? നിങ്ങൾ നോക്കൂ, അതെന്താ ഇവിടെ എനിക്കൊരു ന്യായവും എഡ്വിന് മറ്റൊരു ന്യായവും? ചേതൻ നരേന്ദ്രനോട് തർക്കിച്ചു. എന്റെ നീതിയും ന്യായവും പഠിപ്പിക്കാൻ നീ ആരാണ്? എന്റെ ഹോൾഡ് എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം സംസാരിക്കാൻ. നീ ഋഷിയുടെ മേലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നാണ് എന്റെ സംശയം. നിന്നെ പോലെ ഒരുത്തൻ പണ്ടും ഇവിടെ ഉണ്ടായിരുന്നു. അവൻ ഹിപ്നോട്ടൈസ് ചെയ്തായിരുന്നു ആ കുട്ടിയെ തന്റെ വശത്താക്കിയത്. അതുപോലെ എന്തെങ്കിലും നീയും ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ ശക്തമായി സംശയിക്കുന്നു. നരേന്ദ്രൻ ദേഷ്യത്തിൽ മറുപടി പറഞ്ഞു. നരേന്ദ്ര സാർ, നിങ്ങൾ പറയുന്നതില് യാതൊരു ന്യായവുമില്ല. ശിവന്യ അത് കേട്ട് ദേഷ്യത്തിൽ പറഞ്ഞതും വിമൽ ഇടയിൽ കയറി. ഇല്ല ശിവന്യ, എന്റെ മുത്തശ്ശൻ പറയുന്നതിലാണ് ന്യായം. എഡ്വിൻ സാറിനെ പോലെ ഒരു നല്ല അധ്യാപകനെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചാ അത് ഈ സ്കൂളിൽ തന്നെയാണ് മോശം, അവൻ പറഞ്ഞു. ചേതൻ സാറാണ് തോറ്റിരുന്നെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പറയുമായിരുന്നു. സാറിന് ആദ്യം ഇവിടുന്ന് പുറത്താക്കാനുള്ള വഴിയല്ലേ നിങ്ങൾ ആലോചിക്കുമായിരുന്നുള്ളൂ. അവൾ ചോദിച്ചതും വാതിലിൽ ആരോ നിർത്താതെ മുട്ടാൻ തുടങ്ങി. കമീൻ എന്ന് നരേന്ദ്രൻ പറഞ്ഞതും പ്യൂൺ ഉള്ളിലേക്ക് വന്നു. സാർ, സൗത്ത് ലൈനിന്റെ തലവൻ നിരഞ്ജൻ സാർ ഇവിടെ വന്നിട്ടുണ്ട്, അയാൾ പറഞ്ഞു. അത് കേട്ടതും നരേന്ദ്രന്റെ കണ്ണുകൾ വിടർന്നു. അദ്ദേഹത്തെ പോലൊരാൾ അക്കാദമിയിൽ വന്നത് വളരെ ഭാഗ്യമുള്ള ഒരു കാര്യമായി അയാൾ കണ്ടു. ചേതന്റെ സ്റ്റുഡന്റ് മേഘയുടെ അച്ഛനാണ് സൗത്ത് ലൈനിന്റെ തലവൻ കൂടിയായ നിരഞ്ജൻ. നിരഞ്ജൻ സാർ, അദ്ദേഹം ഡോൺ 8 ലെവലുള്ള ആളാണെന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. ഭയങ്കര സംഭവം അത്രേ, വിമൽ അത് കേട്ട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ദർശനം അദ്ദേഹത്തിന്റെ കൂടെ വന്നിട്ടുണ്ടാവും. അദ്ദേഹത്തോട് അകത്തേക്ക് വരാൻ പറയും. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ അദ്ദേഹത്തെ അവിടേക്ക് ചെന്ന് സ്വീകരിക്കാം. നരേന്ദ്രൻ സന്തോഷത്തിൽ പറഞ്ഞുകൊണ്ട് നിരഞ്ജനെ സ്വീകരിക്കുവാനായി വാതിൽക്കലേക്ക് ഇറങ്ങി. അയാളുടെ പുറകെ തന്നെ ബാക്കിയുള്ളവരും ചെന്നു. അവരുടെ മുമ്പിലേക്ക് 40-45 വയസ്സ് പ്രായം തോന്നിക്കുന്ന നിരഞ്ജനും മകൻ ദർശനും വന്നു. സാർ ഇവിടേക്ക് വന്നതിൽ വലിയ സന്തോഷം. സാറ് സ്കൂളിലേക്ക് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. സാറിന് എന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ സാറിനെ കാണാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. സാർ ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലായിരുന്നു, നരേന്ദ്രൻ അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെയൊന്നും കരുതേണ്ട ആവശ്യമില്ല സാർ. എനിക്ക് സാറിന്റെ ഒരു സഹായം വേണം, അതിനാണ് ഞാൻ വന്നത്, നിരഞ്ജൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് നരേന്ദ്രൻ സന്തോഷിച്ചു. അദ്ദേഹത്തിന് ഒരു സഹായം ചെയ്താൽ ഭാവിയിൽ അത് തനിക്ക് തന്നെ വലിയൊരു ഉപകാരമായി മാറുമെന്ന് അയാൾ ചിന്തിച്ചു. എന്താന്ന് വെച്ചാൽ പറയൂ സാർ, എനിക്ക് സാറിനെ സഹായിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ, നരേന്ദ്രൻ മറുപടി പറഞ്ഞു. എന്റെ മകൾ മേഘ ഈ സ്കൂളിൽ ചേർന്ന കാര്യം അറിഞ്ഞു കാണുമല്ലോ. അവൾ ചേതൻ എന്നൊരു ടീച്ചറെയാണ് തന്റെ അധ്യാപകനായി തെരഞ്ഞെടുത്തത്. അദ്ദേഹം പറഞ്ഞത് കേട്ടതും വിമൽ ഉള്ളിൽ ഊറി ചിരിച്ചു. മേഘ വീട്ടിൽ ചെന്ന് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തത് കേട്ട് ചേതനെ ശിക്ഷിക്കാൻ വന്നതായിരിക്കും അദ്ദേഹം എന്നാണ് വിമൽ വിചാരിച്ചത്. നിരഞ്ജൻ സാർ ഇവിടെ വരുന്നതിന് വേറൊരു കാരണവും അവൻ നോക്കിയിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എഡ്വിനും വിമലിനെ പോലെ തന്നെയായിരുന്നു ചിന്തിച്ചിരുന്നത്. അവർ ഇരുവരും ചേതൻ കുടുങ്ങുമെന്നോർത്ത് വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. നീ പെട്ടു ചേതാ, എന്തോ കള്ളത്തരം ചെയ്ത് വിചാരണയിൽ ജയിച്ചതല്ലേ നീ. പക്ഷേ ഇപ്പൊ ഇനി എന്ത് ചെയ്യും? മേഘ വല്ലതും പറഞ്ഞു കൊടുത്തത് കേട്ടായിരിക്കും അദ്ദേഹം നിന്നെ തേടി വന്നിരിക്കുന്നത്. വിചാരണയിൽ തോറ്റെങ്കിൽ നീ സ്കൂളിൽ നിന്ന് മാത്രമേ പുറത്താകുമായിരുന്നുള്ളൂ. ഇനിയിപ്പോ പുറത്തല്ല, ജയിലിനകത്ത് പോയി കിടക്കാം.
എഡ്വിൻ ചേതനെ നോക്കി പരിഹാസത്തോടെ ചിന്തിച്ചു. ഇപ്പോഴാണ് കളി ശരിക്കൊന്നു തുടങ്ങിയത്. ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നോക്കിക്കോ. ചേതനും എഡ്വിനെ നോക്കി പരിഹാസത്തോടെ ചിന്തിച്ചു. മേഘ നിരഞ്ജന്റെ മകളാണെന്ന് പ്രിൻസിപ്പൽ തരകന് അറിയില്ലായിരുന്നു. ചേതൻ എന്തെങ്കിലും പ്രശ്നം ഒപ്പിച്ചു കാണുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് അയാൾ ഭയന്നു നിന്നു. എല്ലാവരും ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദർശൻ തന്റെ അച്ഛനെ വിളിച്ചു. എന്താ ദർശൻ? അദ്ദേഹം ചോദിച്ചു. ആ നിൽക്കുന്നതാണ് ചേതൻ സാർ. ചേതനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദർശൻ പറഞ്ഞു. അത് കേട്ട് ചേതൻ നിന്നിടത്തേക്ക് തിരിഞ്ഞു നോക്കിയ നിരഞ്ജൻ കണ്ടത് വളരെ ശാന്തമായ ഒരു ഭാവത്തോടെ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ്. അധ്യായം 50. ദർശൻ അവന്റെ അച്ഛന് ചേതനെ കാണിച്ചു കൊടുത്തു. ഇദ്ദേഹമാണോ ചേതൻ സാർ? ദർശന്റെ അച്ഛൻ ചോദിച്ചു. അതെ സാർ, ഇത് തന്നെയാണ് ചേതൻ സാർ, വിമൽ പരിഹാസത്തോടെ പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ചേതനെന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന ചിന്തയിലായിരുന്നു നിന്നിരുന്നത്. എന്നാൽ അവർ നോക്കി നിൽക്കെ നിരഞ്ജൻ നടന്ന് ചേതന്റെ അരികിലേക്ക് ചെന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് യാതൊരുവിധ ദേഷ്യവും ഉണ്ടായിരുന്നില്ല. ചേതൻ സാർ, ഞാൻ സാറിന്റെ സ്റ്റുഡന്റ് മേഘയുടെ അച്ഛനാണ്, അദ്ദേഹം പറഞ്ഞു. ഉന്നത സ്ഥാനത്തുള്ള ഒരാളോട് എന്ന പോലെ വളരെ ബഹുമാനത്തോടെയായിരുന്നു അദ്ദേഹം ചേതനോട് സംസാരിച്ചത്. അത് കണ്ട വിമലും എഡ്വിനും ഞെട്ടലോടെ നിന്നു. ഇരുവരും തമ്മിൽ നോക്കി എന്തൊക്കെയോ പിറുപിറുക്കാൻ തുടങ്ങി. അത് കണ്ട നരേന്ദ്രൻ അവരുടെ അടുത്തേക്ക് ചെന്നു. മിണ്ടാതിരിക്കു രണ്ടും. അദ്ദേഹം പോകുന്നത് വരെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അദ്ദേഹത്തിന് ദേഷ്യം വന്നാ അത് പിന്നീട് നമുക്ക് തന്നെ വിനയായിത്തീരും. ആദ്യം ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന് നോക്കാം, നരേന്ദ്രൻ അവർ ഇരുവരോടുമായി പറഞ്ഞു. സൗത്ത് ലൈനിന്റെ തലവൻ ചേതന് പ്രത്യേകം ബഹുമാനം കൊടുക്കുന്നത് കണ്ട് അവിടെയുള്ളവരെല്ലാം കണ്ണും മിഴിച്ചു നിന്നു. നരേന്ദ്രന് പോലും കൊടുക്കാത്ത ബഹുമാനമാണ് വെറുമൊരു കീഴ്നിലയിലെ അധ്യാപകനായ ചേതന് അദ്ദേഹം നൽകിയത്. സാറിനെ പോലെ വലിയൊരാൾ എനിക്ക് ഇത്രയും ബഹുമാനമൊന്നും തരേണ്ട ആവശ്യമില്ല, ചേതൻ അദ്ദേഹത്തോട് താഴ്മയായി പറഞ്ഞു. ചേതൻ സാറിനെ പോലെ കഴിവുള്ളൊരു അധ്യാപകന് ബഹുമാനം കൊടുത്തില്ലെങ്കിൽ പിന്നെ ആർക്ക് ബഹുമാനം കൊടുക്കാനാണ് ഞാൻ? എന്റെ മോളുടെ കാലിലെ പ്രശ്നം മാറ്റി തന്നതിന് സാറിനെ നേരിൽ കണ്ട് നന്ദി പറയാനാണ് ഞാൻ വന്നത്, നിരഞ്ജൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മേഘയുടെ കാലിനുണ്ടായ കുഴപ്പത്തെക്കുറിച്ച് ഓർത്ത് നിരഞ്ജൻ എപ്പോഴും ആവലാതിപ്പെട്ടിരുന്നു. ചേതൻ അത് മാറ്റിക്കൊടുത്തു എന്ന് മാത്രമല്ല, അവളുടെ ശക്തി പഴയതിലും ഇരട്ടിയാക്കാൻ സഹായിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അവിടെയുള്ള ആരെക്കാളും ബഹുമാനം ചേതൻ അർഹിക്കുന്നു എന്ന് അദ്ദേഹം ചിന്തിച്ചത്. മേഘ എന്റെ സ്റ്റുഡന്റ് ആണ്. അവൾക്ക് എന്ത് പ്രശ്നം വന്നാലും അത് സോൾവ് ചെയ്യേണ്ടത് എന്റെ കടമയാണ്. ഞാൻ എന്റെ ജോലി ചെയ്യുന്നതിന് സാറിനോട് നന്ദി പറയുന്നു വേണ്ട, ചേതൻ അദ്ദേഹത്തോട് വിനയത്തോടെ പറഞ്ഞു. ഒരു അധ്യാപകന്റെ ജോലി തന്റെ വിദ്യാർത്ഥികൾക്ക് വിദ്യ പകർന്നു കൊടുക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് മേഘയ്ക്ക് അവൻ അങ്ങനെ ഒരു സഹായം ചെയ്തതും. അവൻ അതിന് പകരമായി ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. താൻ ചെയ്തത് വലിയ കാര്യമായും അവൻ കരുതിയിരുന്നില്ല. ചേതൻ നിരഞ്ജൻ തനിക്ക് തരുന്ന ബഹുമാനം ലളിതമായി എടുക്കുന്നത് കണ്ട് അവിടെയുള്ളവർക്കെല്ലാം അത്ഭുതം തോന്നി. ചേതൻ എന്തു വിനയത്തോടെയാണ് അദ്ദേഹത്തോട് പെരുമാറുന്നത്. അവന് ഒരുപാട് മാറ്റം വന്നതുപോലെ. പ്രിൻസിപ്പൽ തരകൻ ചേതനെ നോക്കിക്കൊണ്ട് ചിന്തിച്ചു. ജനങ്ങളെല്ലാം പേരിന്റെയും പ്രശസ്തിയുടെയും പിന്നാലെ ഓടുന്ന ഈ കാലത്ത് അവനിപ്പോഴും വന്ന വഴി മറന്നിട്ടില്ല എന്ന് തരകന് തോന്നി. എന്തിനാവും ഇങ്ങനെയുള്ള ചേതനെ വിചാരണ ചെയ്യാൻ നരേന്ദ്രൻ ഇത്ര തിടുക്കം കാണിക്കുന്നത് എന്ന ചോദ്യം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. സത്യത്തിൽ നരേന്ദ്രൻ അത്ര നല്ല അധ്യാപകനൊന്നും അല്ലെന്നും അയാൾ ആളുകളെ സുഖിപ്പിച്ച് കാര്യം കാണുന്ന കൂട്ടത്തിലാണെന്നും അത് കാരണമാണ് അയാൾക്ക് ഇത്ര പേരും പ്രശസ്തിയും സ്ഥാനവും ഈ പ്രായത്തിലും മാജിക് അക്കാദമിയിൽ ലഭിക്കുന്നതെന്ന് പല തവണയായി തനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണെന്ന് തരകൻ ഓർത്തു. സാറ് വരൂ, നമുക്ക് അകത്തു പോയിരുന്ന് സംസാരിക്കാം, നരേന്ദ്രൻ നിരഞ്ജനോട് പറഞ്ഞു. തരകനും അദ്ദേഹത്തെ അകത്തേക്ക് ക്ഷണിച്ചു. വേണ്ട സാർ, ഞാനിവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിനാണ് വന്നത്. ആ കാര്യം നിറവേറി കിട്ടിയ എനിക്ക് അത്രയും സന്തോഷം, നിരഞ്ജൻ അവരോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കേട്ട് എന്തായിരിക്കും ആ പ്രധാനപ്പെട്ട കാര്യം എന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു അവിടെയുള്ളവരെല്ലാം. നരേന്ദ്രൻ സാർ, ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞതുപോലെ സാറിന്റെ അടുത്ത് നിന്ന് ഒരു സഹായം ചോദിക്കാനാണ് വന്നത്. കാര്യം എന്താന്ന് വെച്ചാ, എന്റെ മകൻ ദർശൻ ഒരുപാട് നാളായി സാറിന്റെ കീഴിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മുൻ പ്രൊഫസറായ സാറിന്റെ പേരും പെരുമയും കേട്ട് മാജിക് സ്കൂളിന്റെ റൂൾസ് പോലും മാറ്റിവെച്ചാണ് ഞാൻ സാറിന്റെ കീഴിൽ അവന് അഡ്മിഷൻ എടുത്തു കൊടുത്തത്. അതിന് ഞാൻ ആദ്യം തന്നെ സാറിനോടൊരു വലിയ നന്ദി പറയാം എന്ന് പറഞ്ഞ് അദ്ദേഹം തന്റെ കയ്യിലിരുന്ന ഒരു സമ്മാന പൊതി എടുത്ത് നരേന്ദ്രന്റെ നേർക്ക് നീട്ടി. ഇത്
സാറിന് എന്റെ വകയുള്ളൊരു സമ്മാനമായി കരുതണം. നിരഞ്ജൻ പറഞ്ഞു. ഇതിന്റെ എല്ലാം ആവശ്യം എന്താണ് സാർ? വിദ്യാർത്ഥികൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്നത് എല്ലാ അധ്യാപകരുടെയും ജോലിയാണ്. അതിന് എനിക്ക് സമ്മാനത്തിനൊന്നും ആവശ്യമില്ല സാർ. നരേന്ദ്രൻ അദ്ദേഹത്തെ എതിർത്തുകൊണ്ട് പറഞ്ഞു. നരേന്ദ്രന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട എന്ന് കരുതി നിരഞ്ജൻ ആ സമ്മാനം പിൻവലിച്ചു. സാർ, എന്റെ മകൻ ഒരുപാട് നാളായി സാറിന്റെ കീഴിൽ പഠിക്കുന്നു. അവന് പഠിക്കുന്നതൊക്കെ മനസ്സിലാക്കാൻ എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. അവന് സാറ് ക്ലാസ് എടുക്കുന്ന രീതി മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അവനെ സാറിന്റെ അടുത്ത് നിന്ന് മാറ്റുന്നതിന് സാർ അനുവാദം തരണം. നിരഞ്ജൻ ചോദിച്ചു. എന്താ സാർ പറയുന്നത്? എന്തിനാ പെട്ടെന്ന് ദർശൻ ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അദ്ദേഹം പറഞ്ഞത് കേട്ട് നരേന്ദ്രൻ ഞെട്ടലോടെ ചോദിച്ചു. ഒരു അധ്യാപകന്റെ അടുത്ത് നിന്ന് അയാളുടെ വിദ്യാർത്ഥിയെ മാറ്റുന്നത് അയാളുടെ മുഖത്തടിക്കുന്നതിന് തുല്യമാണ്. ഇത് പുറത്തറിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുക്കാനുള്ള കഴിവ് പോലും ആ അധ്യാപകന് ഇല്ലെന്ന് ആളുകൾ പറയാൻ തുടങ്ങും. പ്രത്യേകിച്ച് നിയമങ്ങൾ പോലും തിരുത്തി സ്പെഷ്യൽ പെർമിഷനിൽ എടുത്ത നരേന്ദ്രന്റെ കീഴിൽ പഠിക്കുന്ന ദർശൻ അയാളെ ഇട്ടിട്ട് പോയാൽ അത് നരേന്ദ്രന് വലിയൊരു അപമാനമായി മാറും. നിരഞ്ജൻ ഇന്നിവിടേക്ക് വന്നപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നരേന്ദ്രനായിരുന്നു. എന്നാൽ ഇപ്പോൾ മുഖത്തടി കിട്ടിയ അവസ്ഥയിലാണ് അയാൾ നിൽക്കുന്നത്. ഈ വാർത്ത പുറത്തുപോയാൽ ടീച്ചേഴ്സ് മാനേജ്മെന്റ് കൗൺസിലിലെ തന്റെ സ്ഥാനവും പോകുമെന്ന് അയാൾ ഭയന്നു. സാർ, ഒന്നും വിചാരിക്കാതെ എന്റെ ഈ ഒരു ആഗ്രഹം മാത്രം നടത്തി തരണം. നിരഞ്ജൻ നരേന്ദ്രൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ അയാളോട് ആവശ്യപ്പെട്ടു. നരേന്ദ്രന്റെ മുഖം ആകെ ചുവന്നു. അയാൾക്ക് ദേഷ്യത്തിൽ അലറണമെന്നുണ്ടായിരുന്നു. പക്ഷേ നിരഞ്ജന്റെ മുമ്പിൽ അങ്ങനെ പെരുമാറാനുള്ള ധൈര്യം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. സാർ ഇതോർത്ത് പേടിക്കണ്ട. ദർശൻ ഇതിനെ കുറിച്ച് നേരത്തെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ഞാനിനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ അവനെ എന്റെ കയ്യിൽ നിന്ന് മാറ്റാം. നരേന്ദ്രൻ മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് തന്റെ പോക്കറ്റിൽ നിന്ന് ദർശന്റെ ID കാർഡ് എടുത്ത് അതിൽ തന്റെ ഒരു തുള്ളി രക്തം പതിപ്പിച്ചു. രക്തം ആ ID കാർഡിൽ വീണതും അതിൽ നിന്ന് നരേന്ദ്രന്റെ പേര് മാഞ്ഞു. നരേന്ദ്രൻ ആ ID കാർഡ് നിരഞ്ജന്റെ കയ്യിൽ ഏൽപ്പിച്ചു. താങ്ക്സ് സർ. നിരഞ്ജൻ സന്തോഷത്തോടെ നരേന്ദ്രനോട് പറഞ്ഞു. അയാൾ ID കാർഡ് ദർശന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇതിനൊക്കെ എന്തിനാണ് സാർ എന്നോട് നന്ദി പറയുന്നത്? ഒരു വിദ്യാർത്ഥിയുടെയും അധ്യാപകന്റെ ഇടയിൽ ഒരു നല്ല ബന്ധം വേണം. ഞാൻ പറയുന്നത് ദർശന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. പക്ഷേ എനിക്കൊരു കാര്യം അറിയണം. ദർശൻ ആരെയാണ് അവന്റെ പുതിയ ടീച്ചറായി തെരഞ്ഞെടുത്തത്? നരേന്ദ്രൻ തന്റെ അനിഷ്ടം മറച്ചുകൊണ്ട് ചോദിച്ചു. ദർശൻ ആരെയായിരിക്കും തനിക്ക് പകരം ടീച്ചറായി തെരഞ്ഞെടുക്കുക എന്നുള്ള ചിന്തയായിരുന്നു അയാളിൽ. എന്റെ മകൻ തെരഞ്ഞെടുത്ത ടീച്ചർ ചേതൻ സാറാണ്. ചേതൻ സാർ, അവനെ സാറിന് സ്റ്റുഡന്റായി ചേർക്കാൻ സമ്മതമാണോ? നിരഞ്ജൻ ചേതന് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. അത് കേട്ട അവിടെയുള്ളവരെല്ലാം വല്ലാത്ത ഞെട്ടല്ലായിരുന്നു. അവർ കാണുന്നതൊക്കെ സത്യമാണോ അതോ മിഥ്യയാണോ എന്ന് വരെ അവർ ചിന്തിച്ചു പോയി. അല്ലെങ്കിലും ഏറ്റവും മികച്ച നിലയിലുള്ള ഒരു അധ്യാപകന്റെ അടുത്ത് നിന്ന് അയാളുടെ വിദ്യാർത്ഥി ഏറ്റവും താഴെ നിലയിലുള്ള ഒരു അധ്യാപകന്റെ അടുത്തേക്ക് മാറുമെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ? സോറി സർ, എനിക്ക് ദർശൻ എന്റെ സ്റ്റുഡന്റ് ആക്കാൻ കഴിയില്ല. അവരെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ചേതൻ പറഞ്ഞു. സൗത്ത് ലൈനിന്റെ തലവൻ നേരിട്ട് വന്നൊരു സഹായം ചോദിച്ചിട്ട് പോലും ചേതൻ അദ്ദേഹത്തെ സഹായിക്കാതെ നിരസിച്ചത് അവരെയെല്ലാം അത്ഭുതപ്പെടുത്തി. ചേതൻ ചെയ്യുന്നത് വല്ലാത്തൊരു മണ്ടത്തരമാണെന്ന് അവർക്കെല്ലാം തോന്നി. ഇതേ സമയം നരേന്ദ്രൻ ആവട്ടെ തനിക്ക് ഈ അവസ്ഥ വന്നത് ആലോചിച്ച് വിഷമത്തിലായിരുന്നു. സാർ, പ്ലീസ് സാർ, എന്നെ സാറിന്റെ സ്റ്റുഡന്റ് ആയിട്ട് എടുത്തുകൂടെ? പ്ലീസ്. നേരത്തെ സാറ് ആരാണ് എന്താണ് എന്നറിയാതെയാണ് ഞാൻ അങ്ങനെ പെരുമാറിയത്. ഞാൻ ചെയ്തത് തെറ്റാണ്. അത് എന്നോട് ക്ഷമിക്കണം സാർ. പ്ലീസ് എന്നോട് ക്ഷമിച്ച് എന്നെ സാറിന്റെ സ്റ്റുഡന്റ് ആയിട്ട് എടുക്കണം. ചേതന്റെ മറുപടി കേട്ട ദർശൻ ചേതനെ നോക്കി കെഞ്ചാൻ തുടങ്ങി. ദർശൻ കുഞ്ഞുനാൾ മുതൽ ഇങ്ങനെയാണ് സാർ. എന്താണ് ഏതാണ് ചെയ്യുന്നതെന്ന് ബോധമില്ലാതെ ഓരോന്ന് കാണിച്ചു കൂട്ടും. എന്നിട്ട് പിന്നീടായിരിക്കും അവനതോർത്ത് പരിതപിക്കുന്നത്. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. എന്റെ മകൻ അറിയാതെയാണ് ഈ തെറ്റ് ചെയ്തത്. അതിൽ സാർ അവനോട് ക്ഷമിക്കും എന്നാണ് എന്റെ വിശ്വാസം. നിരഞ്ജൻ ചേതനോട് പറഞ്ഞു. സാർ, ചേതൻ ദർശനെ അവന്റെ സ്റ്റുഡന്റ് ആക്കാത്തതിനുള്ള കാരണം ഇതൊന്നുമല്ല. എഡ്വിൻ അവിടെയുള്ളവരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഇടപെട്ടു. സാർ, ചേതൻ ഡോൺ 3 സ്റ്റേജിലാണുള്ളത്. പക്ഷെ ദർശനാകട്ടെ ഡോൺ 4 സ്റ്റേജിലും. ഏത് സ്കൂളിലാണ് സ്റ്റുഡന്റ് ടീച്ചറിനേക്കാൾ പവർഫുൾ ആയിരിക്കുക? അങ്ങനെ സംഭവിച്ച ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നതെല്ലാം ആ കുട്ടിക്ക് നേരത്തെ അറിയാൻ കഴിയും. പിന്നെ ചേതൻ ദർശനെ എന്തെടുത്ത് പഠിപ്പിക്കാനാണ്?
എഡ്വിൻ പരിഹാസത്തോടെ ചോദിച്ചു. അത് കേട്ട വിമലും എഡ്വിനെ പിന്തുണച്ചു. നിരഞ്ജന് ചേതന്റെ ഡോൺ ലെവലിനെ കുറിച്ച് അറിയില്ലായിരുന്നു. ഇത് കേട്ടതും അയാളുടെ നെഞ്ചിടിപ്പ് വേഗത്തിലായി. ഇല്ല സാർ, ഞാനിത് വിശ്വസിക്കില്ല. നേരത്തെ ഞാൻ എന്റെ മുഴുവൻ ശക്തി എടുത്ത് ചേതൻ സാറിന് നേരെ വാള് വീശിയിട്ട് പോലും അദ്ദേഹം വെറും 2 വിരല് കൊണ്ടാണ് അത് തടുത്തത്. അദ്ദേഹത്തിന് തീർച്ചയായും എന്നേക്കാൾ കൂടുതൽ ശക്തിയുണ്ട്. ദർശൻ എഡ്വിനെ എതിർത്തുകൊണ്ട് പറഞ്ഞു. നീ അവന്റെ അടുത്ത് ചേരണമെന്ന് കരുതി ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയരുത് ചക്ക. ഡോൺ 4-ലുള്ള ഒരാളുടെ ആക്രമണത്തെ ഡോൺ 3-ലുള്ള ഒരാൾ വെറും 2 വിരല് കൊണ്ട് തടുക്കുന്നതൊക്കെ നടക്കാത്ത കാര്യമാണ്, എഡ്വിൻ പറഞ്ഞു. ഞാൻ എന്തിനാണ് സാർ കള്ളം പറയുന്നത്? ഞാൻ എന്റെ 2 കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് പറയുന്നത്. എഡ്വിൻ പറഞ്ഞത് കേട്ട് ദർശൻ ദേഷ്യത്തിൽ പറഞ്ഞു. പെട്ടെന്ന് അവിടെ ആരോ ഓടി വരുന്ന കാലടി ശബ്ദം കേട്ടു. വാതിൽക്ക് നിന്നിരുന്ന ഒരു അധ്യാപകൻ അവരുടെ അടുത്തേക്ക് ഓടി വന്നു. നരേന്ദ്ര സാർ, ചേതൻ സാറിനെ കാണാൻ ഇവിടെ ഒരാള് വന്നിട്ടുണ്ട്, ആ അധ്യാപകൻ പറഞ്ഞു. ഇവനെ കാണാൻ ആരാ വന്നത്? നരേന്ദ്രൻ സംശയത്തോടെ ചോദിച്ചു. സാർ, നമ്മുടെ രാജ്യത്തിന്റെ സേനാപതിയുടെ മകൻ ധ്രുവാണ് വന്നിരിക്കുന്നത്, ആ അധ്യാപകൻ പറഞ്ഞു. അത് കേട്ട് അവിടെയുള്ളവരെല്ലാം നടുങ്ങിപ്പോയി. സേനാധിപതിയുടെ മകൻ ധ്രുവ് ചേതനെ കാണാൻ വരിക എന്നൊക്കെ പറയുന്നത് സ്വപ്നത്തിൽ പോലും നടക്കാത്ത കാര്യമാണ്. എന്നാൽ അവരുടെ കൺമുന്നിൽ തന്നെ അത് നടക്കുന്നത് കണ്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ധ്രുവ് തന്റെ 17-ാം വയസ്സിൽ തന്നെ ഡോൺ 5 സ്റ്റേജിൽ എത്തിയ കുട്ടിയാണ്. നിരഞ്ജൻ ധ്രുവ് വന്നെന്ന് കേട്ടതും അല്പം ബഹുമാനത്തോടെ നിന്നു. ചട്ടമനുസരിച്ച് ധ്രുവിന് താഴെയാണ് നിരഞ്ജൻ വരുന്നത്. ധ്രുവിനെ വേഗം ഇവിടേക്ക് കൊണ്ടുപോവാ, അതുപോലെ നല്ല ബഹുമാനത്തോട് കൂടി വേണം അവനോട് പെരുമാറാൻ, നരേന്ദ്രൻ വേഗത്തിൽ ആ അധ്യാപകനോട് പറഞ്ഞു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ധ്രുവ് അവിടേക്ക് വന്നു. അവന്റെ പിന്നിലായി ആയുധങ്ങൾ പിടിച്ച വേറെയും ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെ കാണുമ്പോൾ തന്നെ അവിടെ കൂടിയിരുന്ന അവർക്കെല്ലാം ഉള്ളിൽ ഒരു ഭയം ഉളവായി. ധ്രുവ് എത്രത്തോളം ശക്തിശാലിയാണ് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അവന്റെ ശക്തി ഒരു സൂര്യന്റേത് പോലെ എങ്ങും പ്രതിഫലിച്ചു. ഡോൺ 5 സ്റ്റേജിലാണെങ്കിൽ പോലും ശിവന്യെയും വിമലിനേക്കാളും ശക്തനായിരുന്നു ധ്രുവ്. നരേന്ദ്രൻ ബഹുമാനത്തോടു കൂടി ധ്രുവിനെ അവിടേക്ക് സ്വാഗതം ചെയ്തു. അയാളുടെ പിന്നാലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും ധ്രുവിനോട് ബഹുമാനത്തോടെ പെരുമാറിയിരുന്നു. എന്നാൽ ധ്രുവ് അതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ ചേതന്റെ അടുത്തേക്ക് പോയി. ചേതൻ സാർ ഇവിടെ ഉണ്ടായിരുന്നോ? ധ്രുവ് ചേതന്റെ അടുത്ത് ചെന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. നാടിന്റെ സൈന്യാധിപന്റെ മകൻ ധ്രുവ് ചേതനെ സാറെന്ന് വിളിക്കുന്നത് അവിടെ കൂടി നിന്ന എല്ലാവരെയും ഞെട്ടിച്ചു. എല്ലാവരും ഇവർ തമ്മിൽ എങ്ങനെയാണ് പരിചയം എന്നുള്ള സംശയത്തിലായിരുന്നു. സ്വാമിനാഥൻ സാർ പറഞ്ഞത് ശരിയാണ്, എനിക്ക് ചേതൻ സാറിന്റെ അടുത്തുനിന്ന് പഠിക്കാൻ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഈ സ്കൂളിൽ ചേതൻ സാറിന് സ്റ്റുഡന്റായി ചേരാം എന്നോർത്താണ് ഞാൻ ഇവിടേക്ക് വന്നത്, ധ്രുവ് ചേതനോട് പറഞ്ഞു. അത് കേട്ട് നരേന്ദ്രൻ ഇടയിൽ കയറി. സാറിനെ പഠിപ്പിക്കാൻ മാത്രമുള്ള യോഗ്യത ഒന്നും ചേതനില്ല, അവൻ വെറും താഴ്ന്ന നിലയിലെ ഒരു ടീച്ചറാണ് എന്ന് പറഞ്ഞു. അത് പറയാൻ നിങ്ങളാരാ? ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇടയിൽ കയറാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? അടങ്ങി നിന്നോളം വെറുതെ ദേഷ്യപ്പെടുത്തരുത്. ചേതൻ സാർ കഴിവുകൊണ്ട് രാജാവിന്റെ തന്നെ രാജാവായി എന്റെ മുത്തശ്ശന് തുല്യനാണ്. അതുകൊണ്ട് ഒന്നും പറയാൻ വരാതെ മിണ്ടാതെ അവിടെ നിന്നോളണം, ധ്രുവ് ദേഷ്യത്തിൽ പറഞ്ഞു. ശിവന്യക്ക് ചേതനയോർത്ത് അഭിമാനം തോന്നി. ധ്രുവ് രാജകുടുംബത്തിലെ ഒരു ഭാഗമാണ്. അങ്ങനെയുള്ള ധ്രുവ് ചേതൻ തന്റെ മുത്തശ്ശന് തുല്യമാണെന്ന് പറഞ്ഞത് അവിടെയുള്ളവരെ എല്ലാം ഞെട്ടിച്ചു. അധ്യായം 51. ചേതൻ രാജകുടുംബത്തിലുള്ളവരെക്കാൾ മികവുള്ളതാണെന്നാണോ പറഞ്ഞു വരുന്നത്? അവന്റെ നിലവാരം എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണോ ധ്രുവി പറയുന്നത്? അതോ ഇവനെ പോലുള്ളവനേക്കാൾ താഴെയാണോ നമ്മുടെ രാജ്യം കാക്കുന്ന അധികാരികൾ? തന്റെ ഉള്ളിലുള്ള ദേഷ്യം അടക്കി വെക്കാൻ കഴിയാതെ ഉച്ചത്തിൽ നരേന്ദ്രൻ ചോദിച്ചു. അത് കേട്ട് അവിടെ നിന്നിരുന്നവർ ആകെ നടുങ്ങി. വിമലും എഡ്വിനും അമ്പരന്ന് തമ്മിൽ നോക്കി. ഇവിടെ നടക്കുന്നതൊക്കെ സ്വപ്നമാണോ സത്യമാണോ എന്ന് വിശ്വസിക്കാനാവാതെ പ്രിൻസിപ്പൽ തരകൻ തന്റെ കയ്യിൽ ഒന്ന് നുള്ളി നോക്കി. തന്റെ ചോദ്യങ്ങൾ കൊള്ളാം. ചേതൻ സാറിന്റെ നിലവാരം നന്നായി അറിഞ്ഞത് കൊണ്ടാ ഞാൻ ഇവിടെ വന്നത്. എന്നെ പോലെ 3 പേര് ഒരുമിച്ച് വന്നാൽ പോലും സാറിനെ തോൽപ്പിക്കാനാവില്ല. പിന്നെ തന്റെ അടുത്ത ചോദ്യം, അതിനുള്ള ഉത്തരവും തനിക്ക് ഇപ്പോ തന്നെ ഞാൻ മനസ്സിലാക്കി തരാം. ധ്രുവ് നരേന്ദ്രനോട് മറുപടി പറഞ്ഞ ശേഷം തന്റെ കൂടെ വന്ന ബോഡി ഗാർഡിലെ ഒരാളെ നോക്കി. ഇങ്ങോട്ട് വാ, അവൻ ഉത്തരവിട്ടു. മധ്യവയസ്കനായ ഒരാൾ അവൻ പറഞ്ഞത് കേട്ട് മുന്നിലേക്ക് വന്നു നിന്നു. ധ്രുവിന്റെ ആ ബോഡി ഗാർഡ് കാണാൻ ഒരു രാക്ഷസ രൂപമായിരുന്നു. ഒരുപാട് പേരെ കൊന്ന് അറപ്പ് തീർന്ന ഒരാളുടെ രൂപവും ഭാവവുമായിരുന്നു അയാൾക്ക്. അങ്ങനെയുള്ളവരെ യുദ്ധവീരന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. ഓരോ യുദ്ധവീരന്മാർക്കും ഒരു
കഠിന ഹൃദയവും അസാമാന്യമായ ശരീരഘടനയുമായിരുന്നു. അതുകൊണ്ട് തന്നെ തന്നേക്കാൾ ശക്തരായവരുടെ അടുത്ത് പോലും അവർക്ക് യുദ്ധം ചെയ്ത് ജയിക്കാൻ കഴിയും. അയാളെ പോലെ ഒരാൾ ആയുധവുമായി മുന്നിൽ വന്നു നിന്നാൽ തന്നെ ശരാശരി ഒരു മനുഷ്യൻ ഭയന്നു പോകും. പറഞ്ഞാലും സാർ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അയാൾ ധ്രുവിന്റെ മുമ്പിൽ തല കുനിച്ചു നിന്നുകൊണ്ട് ചോദിച്ചു. ധ്രുവ് നരേന്ദ്രൻ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ചില ആംഗ്യം കാണിച്ചു. ധ്രുവിന്റെ ആജ്ഞ കേട്ട ആ ബോഡി ഗാർഡ് നേരെ നരേന്ദ്രന്റെ മുമ്പിൽ ചെന്ന് അയാളുടെ കരണം പുകയുന്ന വിധത്തിൽ ഒരു അടി കൊടുത്തു. നരേന്ദ്രനെ തടുക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അയാളുടെ കൈ നരേന്ദ്രന്റെ മുഖത്ത് പതിച്ചിരുന്നു. നരേന്ദ്രൻ കിട്ടിയ അടിയുടെ ശക്തിയിൽ മുഖത്ത് കൈവച്ചുകൊണ്ട് നിലത്തേക്ക് വീണു. അയാളുടെ ഒരു പല്ല് അടർന്ന് നിലത്ത് വീണ് വായിൽ നിന്നും രക്തമൊഴുകി. നീ എന്നെ? നരേന്ദ്രൻ തറയിൽ നിന്ന് എഴുന്നേറ്റ് കോപത്തിൽ അലറി. ഒരു ഡോൺ 6 സ്റ്റേജിലുള്ള ഒരാളെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ തല്ലാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നയാൾ മനസ്സിൽ ചോദിച്ചെങ്കിലും ബോഡി ഗാർഡിന്റെ നേരെ നോക്കാൻ തന്നെ ധൈര്യമില്ലാത്തതിനാൽ മിണ്ടാതെ അടങ്ങി നിന്നു. കൂടാതെ താൻ ധ്രുവിന് നേരെ തിരിഞ്ഞാൽ ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ ഈ കാര്യത്തിൽ സൈന്യാധിപതി രാജസേനം ഇടപെടുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. താൻ മാജിക് സ്കൂളിലെ പേര് കേട്ട ഒരു അധ്യാപകനായിരുന്നു എന്ന് പോലും നോക്കാതെ അയാൾ വന്ന് തന്നെ കൊല്ലുമെന്ന് അയാൾ ഭയപ്പെട്ടു. രാജസേനൻ തന്റെ മകന് വേണ്ടി ഒരാളെ കൊല്ലുന്നത് അത്ര പുതിയ സംഭവമൊന്നുമല്ല. പണ്ട് ഒരു വലിയ കുടുംബത്തിലെ ഒരാൾ ധ്രുവിനെ ഒരു പ്രശ്നത്തിൽ കുരുക്കാൻ ശ്രമിച്ചു. അതറിഞ്ഞ രാജസേനൻ തന്റെ സൈന്യത്തെയും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോയി. ആ കുടുംബത്തെ ഒരു അടയാളം പോലും അവശേഷിപ്പിക്കാത്ത വിധത്തിൽ നാമാവശേഷമാക്കി. ഇതിനെക്കുറിച്ചറിഞ്ഞ ചന്ദ്രഹാസൻ രാജാവ് രാജസേനെ ഒന്ന് ചോദ്യം ചെയ്യുക പോലും ചെയ്തില്ല എന്നാണ് പറയപ്പെടുന്നത്. രാജ്യം കാക്കുന്നവരുടെ നിലവാരം സാറിന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും വല്ല സംശയങ്ങളും സാറിനുണ്ടോ? ധ്രുവ് പരിഹാസത്തോടെ ചോദിച്ചു. ഇല്ല. നരേന്ദ്രൻ ഭയത്തോടെ മറുപടി പറഞ്ഞ് മാറി ഒതുങ്ങി നിന്നു. ധ്രുവിനെ കണ്ടം തുണ്ടമായി വെട്ടിക്കൊല്ലാനുള്ള ദേഷ്യം തന്റെ ഉള്ളിലുണ്ടെങ്കിൽ പോലും നരേന്ദ്രൻ അത് പുറത്ത് കാട്ടിയില്ല. അപ്പോ ശരി, പിന്നെ ഞാൻ ഒരു തവണ കൂടി പറയാം. ചേതൻ സാറിനെ നിസ്സാരമായി കരുതി അദ്ദേഹത്തിന്റെ അടുത്ത് വിളച്ചിലെടുക്കാൻ ചെല്ലരുത്. ചെന്നാ പിന്നെ ആരെ കൊണ്ടും നിങ്ങൾ രക്ഷിക്കാൻ കഴിയില്ല. ചേതൻ സാർ ഇതുവരെയും സാറിന് മുഴുവൻ ശക്തിയും ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ഉപയോഗിച്ചാ നിങ്ങൾക്ക് ആർക്കും അത് താങ്ങാൻ കഴിയില്ല. ധ്രുവ് ഇന്നലെ നടന്ന സംഭവങ്ങളുടെ ഓർമ്മയിൽ പറഞ്ഞു. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ധ്രുവിന് ആകെ രോമാഞ്ചം വരുന്നത് പോലെ തോന്നി. ചേതൻ സാറിന് ഒരു പഞ്ച് മതി ഒരാളെ കൊല്ലാൻ. സാറിന്റെ പഞ്ചിങ് പവർ തന്നെ 40 ടണ്ണിന് മേലെയാണ്. സാറ് നിങ്ങളെ കൊല്ലണം എന്നോർത്തൊന്ന് പഞ്ച് ചെയ്താ വേദന അറിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മരിച്ചിട്ടുണ്ടാവും. ധ്രുവ് ഗർവോടെ പറഞ്ഞത് കേട്ടതും ചേതനൊന്ന് നടുങ്ങി. അയ്യോ, ഇവനതെല്ലാം ഓവറാക്കി ചളവാക്കോ? ഇവിടെ ഞാൻ ഡോൺ 3 സ്റ്റേജിലുള്ള ആളല്ലേ. ഈ പഞ്ചിങ് പവറൊക്കെ പറഞ്ഞ ഞാൻ ലെവലപ്പ് ചെയ്ത് ഇവിടെ ഉള്ളവരൊക്കെ മനസ്സിലാക്കുമല്ലോ. അവൻ ശങ്കിച്ചു. ധ്രുവ് പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ചേതൻ നരേന്ദ്രനേക്കാളും ശക്തനാണ്. പക്ഷേ അത് വിശ്വസിക്കാൻ അവിടെയുള്ളവർക്ക് ആർക്കും കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് എഡ്വിനും വിമലിനും. ചേതൻ ഒരു ബലഹീനനായ വ്യക്തിയാണെന്ന് അവർ അപ്പോഴും ഉറച്ചു വിശ്വസിച്ചിരുന്നു. ദർശൻ പറഞ്ഞതുവരെ കള്ളമാണെന്നാണ് അവർ കരുതിയിരിക്കുന്നത്. അവിടെയുണ്ടായിരുന്ന മറ്റുള്ളവരുടെ അവസ്ഥയും ഇത് തന്നെയായിരുന്നു. ചേതൻ കഴിഞ്ഞ വർഷം വരെ ഡോൺ 3 സ്റ്റേജിലായിരുന്നു. ഈ വർഷവും അവനൊരു മുന്നേറ്റം ഉണ്ടായതായി ആരും കേൾവിപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ധ്രുവ് പറഞ്ഞതുപോലെ ചേതൻ എങ്ങനെ ഇത്ര ശക്തനായി മാറും? അങ്ങനെ മാറിയാൽ തന്നെ അവൻ എങ്ങനെ നരേന്ദ്രനേക്കാൾ ശക്തനാവും? ചേതന്റെ ചിന്ത ശരിവെക്കും പോലെ തന്നെയുള്ള ചോദ്യങ്ങളായിരുന്നു അവിടെയുള്ളവരുടെ എല്ലാം ഉള്ളിൽ. എന്നിരുന്നാലും ചേതനെ കുറിച്ച് ഇത് പറഞ്ഞത് കണ്ട അണ്ടനോ അടകോടനോ അല്ല, സേനാധിപതിയുടെ മകൻ ധ്രുവാണ്. അവൻ പേരെടുത്ത യോദ്ധാവ് മാത്രമല്ല, ഒരു ബുദ്ധിശാലി കൂടിയാണ്. അതുകൊണ്ട് പറഞ്ഞത് പൂർണ്ണമായി തള്ളിക്കളയാനും കഴിയില്ല. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അവരുടെ എല്ലാം കണ്ണ് മിഴിഞ്ഞു വന്നിരുന്നു. അവരെല്ലാം അത്ഭുതത്തോടെ ചേതനെ നോക്കി. ഇത്രയും നാൾ അവരുടെ എല്ലാം കണ്ണുകളിൽ വെറും 0 ആയിരുന്ന ചേതൻ ഇപ്പോൾ ഒരു ഹീറോയെ പോലെയായി. ചേതനെ കാണാൻ ഒരു നിസാരക്കാരനെ പോലെ ആയിരുന്നുവെങ്കിലും ധ്രുവ് പറഞ്ഞതൊക്കെ വെച്ച് അവനെ ഒരു അസാധാരണ മനുഷ്യനായി തോന്നിച്ചു. ആരെയും വശീകരിക്കുന്ന രൂപം, നിലാവ് പോലെ തിളങ്ങുന്ന ചർമ്മം, പ്രായത്തേക്കാൾ ചെറുപ്പമായി തോന്നിക്കുന്ന ശരീരം. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇവനിനി സത്യത്തിൽ ധ്രുവ് പറയുന്നത് പോലെ ശക്തനാണോ എന്നവർ സംശയിച്ചു. അങ്ങനെയൊന്നുമില്ല. ചേതൻ നിന്ന് തപ്പി തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ചേതൻ മറച്ചു വെച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു. ഇനിയും സത്യത്തെ മറച്ചു വെക്കുന്നത് കഠിനമായ ഒരു കാര്യമാണ്. എന്നിരുന്നാലും ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിൽ 0 വാങ്ങിയ വെറും ഡോൺ 3 സ്റ്റേജിലായിരുന്ന ഒരാൾ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഡോൺ 5 സ്റ്റേജിലേക്ക് എത്തിയെന്ന് ചോദ്യങ്ങൾ വന്നാൽ എന്തു മറുപടി പറയണമെന്ന് ചേതൻ അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് പോലെ ഒന്നുമല്ലല്ലോ കാര്യങ്ങൾ പോകുന്നത്.
ചേതൻ ആശങ്കയോടെ ചിന്തിച്ചു. ചേതൻ തന്റെ ശക്തികളെ മറച്ചു വെച്ച് അവയെ മെല്ലെ വളർത്തിയെടുക്കാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ധ്രുവിന് മാജിക് സ്കൂളുമായി യാതൊരു ബന്ധവുമില്ലാത്തത് കൊണ്ടാണ് ചേതൻ അവന്റെ അടുത്ത് തന്റെ ശക്തികളൊന്നും മറയ്ക്കാതിരുന്നത്. പക്ഷേ ഇത് അങ്ങനെയായി തീരുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. ധ്രുവ് തന്നെ പുകഴ്ത്താനായി പറഞ്ഞത് തനിക്ക് വിനയായി തീർന്നുവല്ലോ എന്നവൻ ശങ്കിച്ചു. തന്റെ ശക്തികൾ ഇനിയും മറച്ചു വെക്കാൻ സാധിക്കില്ല എന്ന് ചേതൻ മനസ്സിലാക്കി. ചേതൻ സാർ, എങ്ങനെയുണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? സൂപ്പർ ആയിരുന്നില്ലേ? ധ്രുവ് ചേതന്റെ പ്രശംസ കേൾക്കാനായി ചോദിച്ചു. എല്ലാം കൊളമാക്കി തന്നിട്ട് ചേതൻ മനസ്സിൽ പറഞ്ഞെങ്കിലും ധ്രുവിന്റെ മേലെ ഒരു തെറ്റുമില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് വെറുതെ തലയാട്ടിക്കൊടുത്തു. ചേതൻ തന്നെ പഠിപ്പിക്കുമോ ഇല്ലയോ എന്നുള്ളത് താൻ എങ്ങനെ ചേതന്റെ അടുത്ത് പെരുമാറുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കുമെന്ന് സ്വാമിനാഥൻ ധ്രുവിനോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ധ്രുവ് ചേതന്റെ പ്രീതി പറ്റാനായി ഇവിടേക്ക് വന്നതും ഇവിടെ ഈ പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചതും. ധ്രുവ് ചേതനെ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്നത് കണ്ട് ചേതൻ അവനെ നോക്കി പുഞ്ചിരിച്ചു. ഇതേ സമയം ചേതൻ ഒരു നിസാരക്കാരനല്ലെന്ന് മനസ്സിലാക്കിയ നിരഞ്ജൻ ദർശനെ നോക്കി കണ്ണ് കാണിച്ചതും ദർശൻ ചേതന്റെ അടുത്തേക്ക് ചെന്നു. ചേതൻ സാർ, പ്ലീസ് എന്നെ സാറിന് സ്റ്റുഡന്റായി ചേർക്കണം, പ്ലീസ് 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 പ്ലീസ്. ദർശൻ വീണ്ടും ചേതന്റെ അടുത്ത് കെഞ്ചാൻ തുടങ്ങി. ചേതൻ എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുമ്പ് ധ്രുവ് ഇടയിൽ കയറി. അപ്പോ നീ ചേതൻ സാറിന്റെ സ്റ്റുഡന്റ് അല്ലേ? അവൻ കോപത്തോടെ ചോദിച്ചു. ഇല്ല, പക്ഷേ ഉറപ്പായും സാറിനടുത്ത് ഞാൻ ചേരും, ദർശൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അത് ശരി, അപ്പൊ ഞാനെന്താ ഇവിടെ കാക്കയുടെ പൂച്ചയുടെ കണക്കെടുക്കാൻ വന്നാണോ? ഇപ്പൊ വന്ന നീ സാറിനടുത്ത് ചേർന്നാ പിന്നെ നേരത്തെ വന്ന ഞാൻ എന്താ ഇവിടെ നോക്കി നിൽക്കണോ? ശരി, ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്ക് ഫൈറ്റ് ചെയ്യാം. ഇതിൽ ആരാണോ ജയിക്കുന്നത് അവർ സാറിന് സ്റ്റുഡന്റ് ആവാൻ എലിജിബിൾ ആയിരിക്കും. സമ്മതമാണോ? ധ്രുവ് അവനെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നിലേക്ക് വന്നു നിന്നു. അത് കണ്ട ദർശൻ ഭയത്തിൽ പിന്നിലേക്ക് മാറി നിന്നു. പ്രായം കൊണ്ട് ധ്രുവും ദർശനും സമപ്രായക്കാരാണെങ്കിൽ പോലും ശക്തിയുടെ അടിസ്ഥാനത്തിൽ ധ്രുവ് ദർശനേക്കാൾ ഒരു പടി മേലെയായിരുന്നു. ഡോൺ 5 സ്റ്റേജിലുള്ള ധ്രുവിനോട് ഫൈറ്റ് ചെയ്യാൻ നോക്കുന്നത് താൻ തന്നെ തനിക്കുള്ള കുഴി കുഴിക്കുന്നത് പോലെയാണെന്ന് അറിയാവുന്നത് കൊണ്ട് ദർശൻ പിൻവാങ്ങി. ധ്രുവ് പറഞ്ഞു പറഞ്ഞ് കാട് കയറുന്നത് കണ്ട് ചേതൻ ഇടയിൽ കയറി. ശരി ദർശൻ, ഒരു കാര്യം ചെയ്, നാളെ എന്റെ ക്ലാസ് റൂമിലേക്ക് വാ. എന്നിട്ട് നിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ നിന്നെ എന്റെ സ്റ്റുഡന്റ് ആക്കണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കാം, ചേതൻ പറഞ്ഞു. അത് കേട്ടതും നിരഞ്ജൻ സന്തോഷത്തോടെ ചേതനോട് നന്ദി പറഞ്ഞു. ദർശനെ ചേതന്റെ സ്റ്റുഡന്റായി ഇപ്പൊ തിരഞ്ഞെടുത്തില്ലെങ്കിൽ പോലും അവനൊരു അവസരം നൽകാമെന്ന് ചേതൻ പറഞ്ഞതോർത്ത് നിരഞ്ജൻ സന്തോഷിച്ചു. ദർശൻ ചേതനോട് കാണിച്ചത് വളരെ വലിയൊരു തെറ്റാണ്. ചേതന്റെ സ്ഥാനത്ത് മറ്റേത് അധ്യാപകനായിരുന്നെങ്കിലും ദർശന് മാപ്പ് കൊടുക്കില്ലായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം ലഭിച്ച സ്ഥിതിക്ക് കുറച്ചുനാൾ ദർശൻ ചേതൻ പറയുന്നത് അനുസരിച്ച് നടന്നാൽ ചേതൻ ഉറപ്പായും അവനെ അവന്റെ സ്റ്റുഡന്റ് ആക്കുമെന്ന് അയാൾ വിശ്വസിച്ചു. ഇതൊക്കെ കണ്ട് ഹൃദയം തകർന്നു നിൽക്കുകയായിരുന്നു നരേന്ദ്രൻ. മാജിക് സ്കൂളിലെ പേര് കേട്ട പ്രൊഫസർ ആയിരുന്ന തന്റെ അടുത്ത് നിന്ന് ഒരു വിദ്യാർത്ഥി സ്വന്തം ഇഷ്ടത്തിൽ മാറുക എന്നുള്ളത് എത്ര വലിയ അപമാനമാണെന്ന് ഓർത്ത് അയാൾ വിഷമിച്ചു. ഇത്രയും നാൾ കൊണ്ട് താൻ സമ്പാദിച്ച തന്റെ പേരും പെരുമയും ഒറ്റ നിമിഷം കൊണ്ടാണ് ഇല്ലാതായത്. അതിന് കാരണക്കാരനായ ചേതനെതിരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുമായിരുന്നു അയാൾ. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ധ്രുവ് ചേതന്റെ നേരെ തിരിഞ്ഞു. സാറ് പറ, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്? സാർ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യാം. കൂടാതെ സാർ എനിക്ക് ചിത്രകലയും പഠിപ്പിച്ചു തരണം, ധ്രുവ് ഉത്സാഹത്തോടെ ചേതനോട് പറഞ്ഞു. ഞാൻ പഠിപ്പിക്കാം, നീ കുറച്ചു നേരത്തേക്കൊന്ന് വെയിറ്റ് ചെയ്യ്, എനിക്കിപ്പോ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം തീർക്കാനുണ്ട് എന്ന് പറഞ്ഞ് ചേതൻ നരേന്ദ്രന്റെ നേരെ തിരിഞ്ഞു. ഞാനിവിടെ വന്നത് എന്തിനാണോ ആ കാര്യം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ എല്ലാം സംശയം കൊണ്ടല്ലേ എന്നെ വിചാരണയ്ക്ക് വേണ്ടി ഇവിടേക്ക് വിളിപ്പിച്ചത്. എന്നിട്ടിപ്പോ വിചാരണ കഴിഞ്ഞ് ആരാണ് ശരിക്കുമുള്ള കുറ്റവാളി എന്ന് എല്ലാവരും അറിഞ്ഞില്ലേ? ഇനിയും എന്താണ് ശിക്ഷ നടപ്പിലാക്കാൻ ഇത്ര താമസം? ചേതൻ എഡ്വിനെ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. എഡ്വിൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചുപോയി. പക്ഷേ ഒന്നും മിണ്ടാതെ നിന്നാൽ ഇതിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ അവൻ പെട്ടെന്ന് ചേതന്റെ മുന്നിലേക്ക് ചെന്നു നിന്നു. ശരിയാ, വിചാരണയിൽ ഞാൻ തോറ്റു. പക്ഷേ നീ ഇത് കണ്ട അധികം സന്തോഷിക്കൊന്നും വേണ്ട ചേതാ. കൂടിപ്പോയ എനിക്ക് 100 ചാട്ടവാറടി കിട്ടും. അതല്ലാതെ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനൊന്നും നിങ്ങൾക്ക് കഴിയില്ല, എഡ്വിൻ അഹങ്കാരത്തോടെ പറഞ്ഞു. ഓഹോ, നിന്നെ ഡിസ്മിസ് ചെയ്യാൻ പറ്റില്ലെന്ന് അത്രയ്ക്ക് ഉറപ്പാണോ നിനക്ക്? ചേതൻ ഉച്ചത്തോടെ ചോദിച്ചു. ആ അതെ, എന്നെ പിരിച്ചുവിടാൻ മാത്രം എനിക്കതിന് യാതൊരു ബാഡ് റെക്കോർഡ്സും ഇല്ല. ഞാനൊരു സ്റ്റുഡന്റിന്റെ അടുത്തും മോശമായി പെരുമാറിയിട്ടില്ല. ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിൽ പോലും
എനിക്ക് ആവശ്യത്തിനുള്ള മാർക്കുണ്ട്. അങ്ങനെയുള്ളപ്പോ എന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്ത് എന്നെ ഇവിടെ നിന്നും ഡിസ്മിസ് ചെയ്യാൻ ഇവിടെ ആർക്കും അധികാരമില്ല. പ്രത്യേകിച്ച് 0 വാങ്ങിയ നിനക്ക്. എഡ്വിൻ തറപ്പിച്ച് പറഞ്ഞതും ചേതൻ പൊട്ടിച്ചിരിച്ചു. അധ്യായം 52. എഡ്വിൻ തന്നെ ഡിസ്മിസ് ചെയ്യാൻ ആർക്കും അധികാരമില്ലെന്ന് അഹങ്കാരത്തോടെ പറഞ്ഞതും അതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാത്ത ചേതൻ സംശയത്തോടെ തരകിന